നല്ല സാവകാശത്തിന് കർത്താവിന് നന്ദി പറയുന്നു. ഈ സൂം മീറ്റിങ്ങിനെ ഇത്രത്തോളം ദൈവം ബലപ്പെടുത്തിയല്ലോ. കർത്താവിന്റെ വലിയ കൃപ പ്രിയപ്പെട്ടവരുടെ മേൽ വെളിപ്പെടട്ടെ. ഡി എന്ന പ്രിയപ്പെട്ടവരെയും പാടുവാനും ഒക്കെ കർത്താവ് തന്ന നല്ല ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എത്ര നല്ലവനാണ്, എത്ര വിശ്വസ്തനാണ്. വാക്ക് പറഞ്ഞാൽ ഒരിക്കലും മാറുന്ന ദൈവമല്ല. ജീവിതത്തിന്റെ ഏത് മേഖലകളിലും നമ്മെ പരിപാലിപ്പാൻ ശക്തിയുള്ളവനാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ആ ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. ഈ രാത്രി നാം അല്പസമയങ്ങൾ ദൈവസന്നിധി ചെലവഴിക്കുന്നത് വളരെ അനുഗ്രഹമായി തീരും. കർത്താവിന്റെ വലിയ പദ്ധതികൾ നമ്മുടെ മേൽ വെളിപ്പെടുവാനിടയായിത്തീരും. 63 സങ്കീർത്തനത്തിലെ അതിന് 1 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്: ദൈവമേ, നീ എൻ്റെ ദൈവം, അതികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. 63 സങ്കീർത്തനം 1 വാക്യത്തിന്റെ ആരംഭ ഭാഗമാണ്. ദൈവമേ, നീ എൻ്റെ ദൈവം, അതികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. ദൈവത്തോട് നമുക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയണം, ദൈവമേ, നീ എൻ്റെ ദൈവമാണ്. ഒരു ദൈവവൈതലിന് എങ്ങനെ പറയുവാൻ കഴിയും? കർത്താവ് പറയുന്നു, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, എൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് എൻ്റെ മകൻ, അല്ലെങ്കിൽ എന്നെ ധൈര്യത്തോടെ എൻ്റെ ദൈവമേ എന്ന് വിളിപ്പാൻ കഴിയും. യേശു കർത്താവും തന്റെ ക്രൂശീകരണ സമയത്ത് ഇപ്രകാരം പറഞ്ഞു: ദൈവമേ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്തേ എന്ന് കർത്താവ് ചോദിക്കുന്നു. അങ്ങനെ ആ കർത്താവിന്റെ ദൈവത്തെ വ്യക്തമായി ദൈവമേ നീ എൻ്റെ ദൈവമാകുന്നു എന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയും. അങ്ങനെയുള്ളൊരു ദൈവവൈതലിന് വളരെ ഒരു വലിയ ആത്മബലം ഉണ്ടാകും. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മെ തന്നെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ദൈവമേ, നീ എൻ്റെ ദൈവമാണോ എന്ന് നമുക്ക് ഒന്ന് പരിശോധിച്ചു. അത്ര ധൈര്യത്തോടെ നമുക്ക് പറയാൻ കഴിയുന്നുണ്ടോ? എൻ്റെ ദൈവം, മറ്റുള്ളവർ പറയും അബ്രഹാമിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം എന്ന് പറയും. ശലോമോൻ പറയും എൻ്റെ അപ്പനായിരിക്കുന്ന ദാവീദിന്റെ ദൈവം. എന്നാൽ പുതിയ നിയമത്തിൽ ഒരു ദൈവവൈതലിന്റെ ധൈര്യത്തോടെ പറയാൻ കഴിയും, അബ്ബാ പിതാവേ എന്ന് വിളിപ്പാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നുകൊണ്ട് ദൈവത്തെ, യഹോവയായ ദൈവത്തെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വിളിക്കാം. അബ്ബാ പിതാവേ എന്ന് വിളിപ്പാൻ കഴിയും. അങ്ങനെയുള്ളവർക്ക് സമയഭേദം കൂടാതെ കൃപാസനത്തിലേക്ക് എന്ത് ചെയ്യാൻ കഴിയും? എത്തിച്ചേരുവാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഒരു വലിയ പദവി നാം മറന്നു പോകരുത്. പിതാവായ ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിപ്പാൻ നമുക്ക് കഴിയും. അത് പ്രാപിച്ചത് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ദൈവമക്കളാകുവാൻ എല്ലാവർക്കും അധികാരം കൊടുത്തു. പക്ഷെ അധികാരം പ്രാവർത്തികമായത് പരിശുദ്ധാത്മാവിനെ, അല്ലെങ്കിൽ അബ്ബാ പിതാവേ എന്ന് വിളിപ്പാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ നമ്മൾ എപ്പോൾ പ്രാപിച്ചു, അതുകൊണ്ട് അന്ന് മുതൽ ദൈവം പറയും, ഇത് എൻ്റെ പ്രിയപുത്രനാണ്, അവരെന്റെ ആത്മാവ്, സ്വപുത്രന്റെ ആത്മാവിനെ നാം പ്രാപിച്ചിരിക്കുകയാണെന്നാണ് ലേഖനങ്ങളിൽ കാണുന്നത്. അങ്ങനെ സ്വപുത്രന്റെ ആത്മാവിനെ പ്രാപിച്ച നാം ധൈര്യത്തോട് ദൈവത്തെ വിളിക്കാം, അബ്ബാ പിതാവേ എന്ന് നമുക്ക് ധൈര്യത്തോടെ വിളിപ്പാൻ കഴിയും. ആ ഒരു ദൈവമായിട്ടുള്ള അടുപ്പം, നമ്മൾ മക്കളായി തീർന്നു, മക്കളെങ്കിലും നാം അവകാശികളാകുന്നു എന്നുള്ള ആ വലിയ ഉറപ്പിലേക്ക് നമുക്ക് പോകുവാൻ കഴിയും. അപ്പോൾ അത് അടുത്ത വാക്യം, അധികാലത്ത് ഞാൻ നിന്നെ എന്ത് ചെയ്യും? അന്വേഷിക്കും. ദൈവത്തെ ഇതേ നിലയിൽ സ്വീകരിക്കുന്നവർ. വേറെ ഭാഗത്ത് പറയുന്നത്, ദൈവം പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് മക്കളുമായിരിക്കും. 95 സങ്കീർത്തനത്തിലൊക്കെ പറയുന്നത്, നിങ്ങൾ എൻ്റെ കൈക്കലെ ആടുകളാണ്, ഞാൻ നിങ്ങളുടെ ഇടയനാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് ജനവുമായിരിക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് മാറും. അതുപോലെ തന്നെ നമുക്കറിയാം, പൗത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, നാമോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുത്ത ആ ജാതിയും രാജകീയമായ പുരോഹിത വർഗവും വിശുദ്ധ അല്ലെങ്കിൽ സ്വന്തം ജനവുമായി ആ പദവിയിലേക്ക് നമുക്കൊരു അല്ലെങ്കിൽ ഒരു സ്ഥാനക്കയറ്റം ലഭിച്ചവരാണ്. അതുകൊണ്ട് പുതിയ നിയമ വിശുദ്ധന്മാരായിരിക്കുന്ന നമുക്ക് ധൈര്യത്തോടെ പറയാം, ദൈവമേ നീ എൻ്റെ ദൈവമാകുന്നു എന്ന് പറയാം. അത്ര ധൈര്യത്തോടെ പറയാൻ കഴിയും. നീ എൻ്റെ ദൈവമാകുന്നു എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും. ആ ഒരു ഉറപ്പ് ഒരു ദൈവവേദന എപ്പോഴും ഉണ്ടാകണം. ഇന്ന് രാത്രിയിൽ നാം വചനം കേൾക്കുമ്പോൾ നല്ല ഉറപ്പോടെ വേണം, ദൈവമേ ധൈര്യത്തോടെ പറയണം. സമയഭേദം കൂടെ നമുക്ക് കൃപാസനത്തിലേക്ക് കടന്നു ചെന്ന് നമ്മുടെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, നമ്മെ അലട്ടുന്ന വേദനകളൊക്കെ നമുക്ക് ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ ചെന്ന് പറയുവാൻ കഴിയും.
അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഒരു ധൈര്യത്തോടെ പറയും, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും. ഇത്ര ധൈര്യത്തോടുള്ളവർക്ക് അത് പറയാൻ കഴിയത്തുള്ളൂ. ആ പദങ്ങൾ എഫേസ്യ ലേഖനത്തിലൊക്കെ പറയുന്ന കാര്യം, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ എന്ത് ചെയ്യും? തന്റെ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം നമുക്ക് ക്രിസ്തുയേശുവിൽ നമുക്ക് പൂർണ്ണമായി തീർത്തു തരും. എന്റെ ദൈവമേ നീ എന്റെ ദൈവമാകുന്നു ഉറപ്പ് പറയുന്നവന്റെ ഒന്നാമത്തെ ഒരു ബലമാണ് ആമീൻ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എന്റെ ദൈവമോ നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തുയേശുവിൽ തന്റെ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്തു തരും. അത്ര ധൈര്യത്തോടെയാണ് പറയുന്നത്. വേറൊരു ഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്. കടലിൽ ആപത്തിൽ കിടക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധിയാണ്. 14 ദിവസത്തോളം കപ്പൽ ഛേദത്തിൽ കിടന്ന് മാസങ്ങളായിട്ട് വല്ലാത്ത അവസ്ഥയിലേക്ക് പൗലോസിന്റെ വാക്കുകൾ കേൾക്കാതെ കപ്പിത്താന്റെയും കപ്പൽ മാലൂമിയുടെയും വാക്ക് കേട്ട് മുൻപോട്ട് പോയവർക്കുണ്ടായ വലിയ അനർത്ഥങ്ങളിൽ നിന്ന് പൗലോസ് പറയുകയാണ്, നിങ്ങൾ ധൈര്യത്തോടെ ഇരിക്കുക, ഞാൻ സേവിച്ചു നിൽക്കുന്ന എന്റെ ദൈവം. അത്ര ഉറപ്പോട് പറയും. ഇന്ന് രാത്രി ചില മേഖലകളിലൊക്കെ നല്ല ഉറപ്പ് പ്രാപിക്കണം. ഏതെല്ലാം മേഖലകളിൽ ചഞ്ചലപ്പെട്ടു പോകുന്ന ചിലരൊക്കെ ഉണ്ട്, അസ്വസ്ഥരായിരിക്കൊണ്ടിരിക്കുന്ന ചിലരുണ്ട്. അവരുടെ മേലൊക്കെ ദൈവാത്മാവിൽ ഇന്ന് ഞാൻ വിളിച്ചു പറയാം, നിങ്ങൾ ഇന്ന് പകൽ ഈ രാത്രിയിൽ ഉറച്ചുകൊള്ളണം. നിങ്ങൾ വേറൊരാളല്ല, നിങ്ങൾ അകന്നവരല്ല. ദൈവമായിട്ട് ഏറ്റവും ഇന്റിമസി ആയിട്ടുള്ള, ദൈവമായിട്ട് ഏറ്റവും അടുപ്പമുള്ളവരാണ് നാം. അപ്പാപിതാവേ എന്ന് വിളിപ്പാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ധൈര്യമുള്ളവരായി ഇന്ന് രാത്രിയിൽ ആ ധൈര്യത്തോടെ നമുക്ക് കൃപാസനത്തിലേക്ക് ചെന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ ദൈവത്തോട് ചോദിപ്പാൻ കഴിയും. നമ്മുടെ മുമ്പിലുള്ള തടസ്സങ്ങൾ മാറുവാനിടയായി തീരും. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ആ കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടെങ്കിലും കപ്പൽ തകർന്നെങ്കിലും പലകകളിലാണ് കിടക്കുന്നതെങ്കിലും പൗലോസ് അപ്പോസ്തലൻ 276ഓളം പേരുള്ള നിരാശയുടെ വാക്കുകൾ കേട്ടിട്ട് പൗലോസും നിരാശനായിട്ട് ഭൂരിപക്ഷത്തിന്റെ ആരവങ്ങൾ കൊണ്ട്, ഭയത്തിന്റെ വിളികൾ കൊണ്ട്, മരണനിഴലിന്റെ ആ നിലവിളികൾ കൊണ്ട് അവരുടെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ഒക്കെ ഓർത്ത് അവർ നിലവിളിക്കുന്ന നിലവിളിയുടെ ആഴങ്ങളിൽ പൗലോസ് ഒരിക്കലും മുങ്ങിപ്പോയില്ല. 276 പേരുടെ നിലവിളികൾ മുഴുവൻ പരാജയത്തിന്റെയും കഷ്ടങ്ങളുടെയും നിരാശകളുടെയും വിലാപമായി ഉയർന്നു വന്നപ്പോൾ അന്നും ഒരു മടി കൂടാതെ, സൂര്യനെ കാണാത്ത എത്ര ദിവസം ഉണ്ടെങ്കിലും പൗലോസ് അപ്പോസ്തലന്റെ ഉള്ളിൽ ഒരു മടുപ്പ് വരാതെ ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നതെന്ന് തനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്ന് രാത്രിയിൽ തന്റെ അടുക്കലേക്ക് ഞാൻ സേവിച്ചു നിൽക്കുന്ന എന്റെ ദൈവം എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ പ്രാണനുകൾക്കൊന്നും ക്ഷതം വരികയില്ല, ആർക്കും ഒരു നാശം വരികയില്ല എന്ന് ആമീൻ പൗലോസ് അപ്പോസ്തലനോട് പറയുവാനിടയായി. പ്രിയമുള്ളവരെ, നമുക്ക് നല്ല ഉറപ്പോടെ എന്റെ ദൈവമാണ് എന്റെ ദൈവമാണെന്ന് നമുക്ക് നല്ല ഉറപ്പോടെ പറഞ്ഞാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നന്മകളെ, അവകാശങ്ങളെ, തലമുറകളെ പിശാച് അവകാശം പറവാൻ ദൈവം സമ്മതിക്കയില്ല. അങ്ങനെ അവകാശം പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാചക ശിഷ്യന്മാരിൽ ഒരാൾ വന്ന് പറഞ്ഞതുപോലെ, യജമാനനെ ഓർക്കണമേ, എന്റെ ഭർത്താവ് നിന്റെ ദാസനായിരുന്നു, അവൻ എത്ര ഭക്തിയോടെയാണ്, എത്ര വിശ്വസ്തനായിരുന്നു എന്നുള്ള കാര്യം നീ മറക്കരുത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം മരിച്ചു പോയിരിക്കുന്നു, ആ വിവരവും നിനക്കറിയാം. എന്റെ സാഹചര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടുള്ള അനുഭവത്തിലാണ്. പക്ഷേ എന്റെ മക്കളെ ഇപ്പോൾ കടക്കാര് കൊണ്ടുപോകുവാനുള്ള ഒരു തന്ത്രവുമായി വന്നിരിക്കുന്നു, അതിന് നീ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. നിന്റെ കയ്യിൽ എന്തുണ്ട്? അപ്പൊ പറഞ്ഞു, ഒരു തുരുത്തി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല, വെറും പാത്രങ്ങൾ നീയും കുഞ്ഞുങ്ങളുമായി കടമായി വാങ്ങിച്ചുകൊണ്ട് വന്ന് ആ എണ്ണ തീരുന്നത് വരെ ആമീൻ പകരുവാനിടയായി തീരട്ടെ. 1 or 2 കൊണ്ട് ഓടി നടന്ന് വാങ്ങിച്ച് തൃപ്തിപ്പെടരുത്. എത്രയും വാങ്ങിക്കാമോ അത്രയും ആമീൻ വാങ്ങിച്ചുകൊണ്ട് അതിലേക്ക് പകരട്ടെ. ഇന്ന് രാത്രി മറക്കരുത്. അങ്ങനെയുള്ള വേദനകളിൽ കൂടി കടന്നു പോകുന്നവരോട് ദൈവാത്മാവിൽ ഞാൻ പറയാം, നിങ്ങളുടെ തലമുറകളൊന്നും പിശാചിന്റെ അധീനതയിലേക്ക് പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. ആമീൻ. അതിനെ സംരക്ഷിപ്പാൻ നമ്മുടെ ദൈവം മതിയായ ദൈവമാണ്. ഈ രാത്രി മറന്നു പോകരുത്. ആ മേഖലകളിൽ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഭാരത്തോടുകൂടെ ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ഉറപ്പോടെ, ധൈര്യത്തോടെ, ബലത്തോടെ ഇന്ന് രാത്രി മടങ്ങി വരുവാൻ, കർത്തവുമായി കൂടുതലായി ചേർന്നിരിപ്പാൻ ഇന്ന് രാത്രി ഇടയായി തീരട്ടെ. തടസ്സങ്ങളെ മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവം, കാമിൻ കടലായിരുന്നാലും കാമിൻ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന മത്സ്യത്തിന്റെ അകത്ത് വീണ് കിടക്കുന്ന യോനയെ പോലും തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയുന്നവനാണ് ദൈവം.
ഇന്ന് രാത്രി പ്രതീക്ഷകൾ മുഴുവൻ നഷ്ടപ്പെട്ടെങ്കിലും സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് പോയപ്പോൾ യോനയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ യോന പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. യോന വളരെ നിരാശയോട് 2-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. 4-ാം വാക്യത്തോട്ട് പറയുന്നു, നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു. കണ്ടോ, യോന പറയുവാണ്, ദൈവമേ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു എന്ന് ഞാന് അത് മനസ്സിലാക്കിയിരിക്കുന്നു. എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. സമുദ്രത്തിന്റെ എത്ര ആഴങ്ങളിലായിരുന്നാലും ദൈവമായി ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്ന നിലയിലുള്ള തടസ്സങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നാലും ഇന്ന് രാത്രിയിലും മറക്കരുത്, ഏത് സാഹചര്യത്തിലും നമ്മെ കവിഞ്ഞു വരുന്ന ഒരു പ്രശ്നങ്ങളുടെ ആഴങ്ങളുടെ നടുവിലും ദൈവവുമായിട്ടുള്ള പ്രാർത്ഥനയിൽ ദൈവികമായ ബന്ധം നമുക്ക് മുറിഞ്ഞു എന്ന് തോന്നിയാലും ഇന്ന് രാത്രി മറക്കരുത്, ദൈവത്തിന്റെ ആലയത്തിലേക്കുള്ള ദൃഷ്ടി നമ്മളിൽ നിന്ന് മാറിപ്പോകരുത്. അതിന്റെ അർത്ഥം വെളിയാനുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ആ ഹൃദയദൃഷ്ടി കൊണ്ട് മാത്രമേ ദൈവത്തെ യഥാർത്ഥമായി അല്ലെങ്കിൽ നമുക്ക് കാണുവാൻ കഴിയത്തുള്ളൂ. ബാഹ്യമായിരിക്കുന്ന വഴികളിലൊക്കെയും ഇപ്രകാരം നഗ്നനേത്രങ്ങൾ കൊണ്ട് സകല വഴികളും അടയപ്പെട്ടതായി തോന്നാം. പക്ഷേ ഹൃദയദൃഷ്ടി പ്രകാശിച്ച ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ആഴമേറിയ ദൈവിക പദ്ധതികളെ വ്യക്തതയോടെ മനസ്സിലാക്കുവാൻ, അത് തിരിച്ചറിഞ്ഞ് നന്ദി കരയറ്റുവാൻ ഇടയായി തീരും. എന്നാൽ അല്പം കൂടെ ആഴമായിട്ട് അദ്ദേഹം വളരെ സങ്കടത്തോടെ പറയുകയാണ്, വെള്ളം എന്നെ പ്രാണനോളം വളഞ്ഞു. മരണത്തെ മുഖാമുഖമായി കണ്ട പ്രാണനോളം വെള്ളം വളഞ്ഞു. ആഴി എന്നെ ചുറ്റി, കടൽപ്പുല്ല് എന്റെ തലപ്പാവായിരിക്കുന്നു. ഞാൻ പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഇറങ്ങി, അത്രത്തോളം ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി. സമുദ്രത്തിന്റെ ആഴങ്ങളിൽ അതിന്റെ അടിത്തട്ടിലേക്ക് എത്തപ്പെട്ട ഈ യോന പറയുകയാണ്, ഭൂമി എന്നിട്ട് പറയുന്നു, ഭൂമി തന്റെ ഓടാമ്പലുകളാൽ എന്നെ സദാകാലത്തേക്ക് അടച്ചിരുന്നു. ഒരിക്കൽ പോലും ഒരവസ്ഥ ഉണ്ടായപ്പോൾ ഒരിക്കൽ പോലും ഈ യോന വിടുവിക്കപ്പെടാതിരിപ്പാൻ, യോനയെ പുറത്തു വിടാതിരിപ്പാൻ ഭൂമി പോലും വലിയ തന്ത്രങ്ങൾ ഒരുക്കി ഓടാമ്പലുകൾ കൊണ്ട് അടയ്ക്കുവാനിടയാ. ഇന്ന് രാത്രി മറക്കരുത്, നമ്മുടെ ജീവിതത്തിൽ ചില വിഷയങ്ങൾ വരുമ്പോൾ ആ വിഷയങ്ങൾക്കകത്തേക്ക് നാം അറിയാതെ അകപ്പെട്ടു പോയാൽ പൈശാചിക മണ്ഡലങ്ങൾ ഏതെല്ലാം തരത്തിൽ നമ്മെ പുറത്തുവിടാതിരിപ്പാൻ അവർക്ക് കഴിയാവുന്ന രീതിയിൽ എല്ലാ തന്ത്രങ്ങളും ഒരുക്കി നമ്മെ ഒതുക്കുവാനിടയായി തീരും. ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് യോന പറയുന്നത്, ഇത്രത്തോളം എന്റെ ജീവിതത്തിൽ വലിയ പ്രയാസമുണ്ടായി, ഒരിക്കൽ പോലും ഞാൻ പുറത്തു വരാതിരിക്കേണ്ടതിന് ഭൂമി ചെയ്യാവുന്ന രീതിയിൽ എന്നെ സദാകാലത്തേക്കും, ഒരിക്കലേക്ക് മാത്രമല്ല, ചില മണിക്കൂറുകൾക്ക് മാത്രമല്ല, സദാകാലത്തേക്കും എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും പുറത്തു വരാതിരിക്കാനുള്ള വഴികൾ അടയ്ക്കുവാനിടയായി തീർന്നു. എന്നിട്ട് പറയുകയാണ്, എന്നാൽ എന്റെ നീയോ എന്റെ ദൈവമായ യഹോവേ. കണ്ടോ, ഇത്ര ധൈര്യത്തോടെ, കണ്ടോ, എന്റെ ദൈവമേ എന്നുള്ള ആ വാക്ക് മറക്കരുത്. ആ യോനെ എപ്പോഴും പറയാണ്, നീയോ എന്റെ ദൈവമേ. കണ്ടോ, ആ വാക്ക് മറക്കരുത്, അത്ര അടുപ്പമാണ് ആ വാക്കിൽ. എന്റെ ദൈവമേ, ഈ ദൈവമായ യഹോവേ, എന്റെ പ്രാണനെ നീ കുഴിയിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു. കണ്ടോ, സമുദ്രം പറയുകയാണ്, സമുദ്രത്തിന്റെ അടിത്തട്ടോളം ചെന്നു, പർവ്വതങ്ങളുടെ അടിത്തട്ടോളം ചെന്നു. ഒരിക്കൽ പോലും ഒരു മത്സ്യത്തിന്റെ അകത്തുനിന്ന് ഒരിക്കൽ പോലും പുറത്തു വരാത്ത നിലയിൽ നിരാശകൾ വെളിപ്പെട്ട് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിന്ന് ഞാൻ തന്നെ മറഞ്ഞുപോയി എന്ന് യോനയ്ക്ക് പോലും ബോധ്യപ്പെട്ട സന്ദർഭത്തിൽ ആ മറുഭാഗത്ത് അതിന്റെ തടസ്സങ്ങൾ എത്രത്തോളമാണെന്ന് ചോദിച്ചാൽ, പ്രവാഹങ്ങൾ തന്റെ പ്രാണനോളം എത്തി സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക്, പർവ്വതങ്ങളുടെ ശിഖരങ്ങളുടെ അടിത്തട്ടിലേക്ക് ഞാൻ എത്തപ്പെട്ടു. ഭൂമി എന്നെ സദാകാലത്തേക്കും പുറത്തു വരാതിരിക്കാൻ ഓടാമ്പലുകൾ കൊണ്ട് അടച്ച് എന്നെ ഒതുക്കി വെച്ച മേഖലകളിൽ നിന്നും ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിലേക്കുള്ള എന്റെ നോട്ടം മാറാത്തത് കൊണ്ട് പറയുകയാണ്, നീയോ എന്റെ ദൈവമേ, ദൈവമായ യഹോവേ, നീ എന്നെ ഈ കുഴിയിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുകയാണ്, എന്നെ കുഴിയിൽ നിന്ന് കയറേറ്റിയിരിക്കുന്നു. എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്ത് എന്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കലെത്തി. എന്നിട്ട് പറയും, മിഥ്യാബിംബങ്ങളെ ഭജിക്കുന്നവർ തങ്ങളോട് ദയാലുവായവനെ ഉപേക്ഷിക്കുന്നു. അവർ ചിലപ്പോൾ വിഷയങ്ങൾ വരുമ്പോൾ ഉപേക്ഷിച്ചേക്കാം. ഞാനോ സ്വോത്രനാദത്തോട് നിനക്ക് യാഗമർപ്പിക്കും, നാർന്നിരുന്നത് ഞാൻ നിവർത്തിപ്പാനിടയാകും. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. യഹോവ അപ്പോൾ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അവനെ യോനെ കരയ്ക്ക് ശബ്ദിക്കുവാനിടയായി. ഇന്ന് രാത്രി
കണ്ടോ, യോനയുടെ ജീവിതത്തിൽ ഒരു ചെറിയ വിഷയം വന്നപ്പോൾ അപ്പോഴത്തേന് അവനെ പുറത്തു വരാതെ വിരിപ്പാൻ, അവൻ ഒരിക്കൽ പോലും പുറത്തു വരാതിരിപ്പാൻ അവനെ ഭൂമി പോലും സദാകാലത്തേക്കും അവനെ അടച്ചിട്ടു. കാരണം ഒരിക്കൽ പോലും അവൻ വെളിച്ചം കാണാതിരിപ്പാൻ. അതേ നിലയാണ് പത്രോസിന്റെ ജീവിതത്തെ നോക്കിയാൽ ഒരിക്കൽ അവൻ രക്ഷപ്പെട്ടവനാണ്, ഒരിക്കൽ രക്ഷപ്പെട്ടവൻ. ഇനിയും അവൻ രക്ഷപ്പെടാൻ പാടില്ല. അതുകൊണ്ടാണ് കൂടെയുള്ളവനെ കൊന്നെങ്കിലും അവനെ 4 കാവൽ സേവകരെ കൊണ്ട് കൈകൾ ഒക്കെ ചേർത്ത് ബന്ധിച്ചുകൊണ്ട് അവനെ കാവലാക്കി അകത്തെ മുറിയിലിട്ടവനെ സംരക്ഷിച്ചിരിക്കുമ്പോൾ അവർക്കൊരിക്കൽ പോലും ഇവന്റെ ഒരു പദ്ധതി ഒരു പാഴ് പണി ആകരുത്, ഒരിക്കൽ പോലും പത്രോസ് വരരുത് എന്ന് കണ്ട് അവരാൽ ആവോളം എത്രത്തോളം സംരക്ഷണം ഒരുക്കാമോ ആ സംരക്ഷണം ഒരുക്കി കിടക്കുമ്പോൾ ശത്രു അങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിൽ ചില വിഷയങ്ങൾ വരുമ്പോൾ ശത്രുവിന് അവസരം കിട്ടിയാൽ ഏതെല്ലാം തലങ്ങളിൽ പുറത്തു വരാത്ത രീതിയിൽ അവൻ പദ്ധതികൾ ഒരുക്കും. എന്നാൽ ഒരു ദൈവവേദന ഓർത്തുകൊള്ളണം, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ദൃഷ്ടി യഹോവയുടെ മന്ദിരത്തിൽ നിന്ന് അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് നമ്മുടെ ദൃഷ്ടി മറഞ്ഞു പോകരുത്, മാറിപ്പോകരുത്. ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ച് വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിയപ്പോൾ യോനയെ ദൈവം പുറത്തു കൊണ്ടുവന്ന് ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ദൈവമാക്കിയെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചില വ്യക്തികളോട് ദൂത് പറയുകയാണ്. ഇന്ന് രാത്രി നീ ഇപ്പോൾ ഈ കാലങ്ങളിൽ പ്രാർത്ഥിച്ചിട്ടും ചില വിഷയങ്ങൾക്ക് നീക്കുപോക്കില്ലാത്ത അവസ്ഥയിൽ ഭാരത്തോടെ, വേദനയോടെ, സങ്കടത്തോടായിരിക്കുന്നെങ്കിൽ ഭാരപ്പെടരുത്. ഒരു പദ്ധതി വെളിപ്പെട്ടിട്ടുണ്ട്, ഇതിന് സമയമുണ്ട്, ദർശനത്തിന് ഒരു അവധി വെച്ചിട്ടുണ്ട്. നിശ്ചയമായി ആ ദർശനം വെളിപ്പെടുവാനിടയായി തീരും. അത് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തപ്പെടത്തക്ക നിലയിൽ ചില വഴികൾ ഈ ദിവസങ്ങൾ ഒരുക്കപ്പെടുമെന്ന് വ്യക്തമായി ദൈവാത്മാവ് ദൂത് പറയുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് നല്ല ഉറപ്പ് വേണം. നല്ല എന്റെ ദൈവം എന്ന് നമുക്ക് പറയുമ്പോൾ നമുക്കതൊരു വലിയ ബലമാണ്, ഒരു വലിയ ശക്തിയാണ്. യോന പറയാണ് എന്റെ ദൈവമായ യഹോവേ. അത്ര ധൈര്യമാണ്, അത്രത്തോളം ധൈര്യത്തോടെ പറയുകയാണ്, എന്റെ ദൈവമായ യഹോവേ, എനിക്കെതിരെ ഞാൻ പുറത്തു വരാതിരിപ്പാൻ ഏതെല്ലാം തരത്തിൽ ശത്രു എന്നെ ഒതുക്കിയെങ്കിലും ആയുസ്സിൽ ഒരിക്കൽ പോലും ഞാൻ പുറത്തേക്ക് വരാതിരിപ്പാൻ ഭൂമി പോലും അതിനെ എതിരായി നിന്നെങ്കിലും ഒരു കാര്യമുണ്ട്, എന്നെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് കഴിഞ്ഞു. അതിന് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ നേർന്നിരിക്കുന്ന നേർച്ചകളെ എന്ത് ചെയ്യും? കഴിക്കും. ഞാൻ യാഗങ്ങൾ കഴിക്കും. ഇന്ന് രാത്രി മറക്കരുത്, ദൈവസന്നിധിയിൽ ഏതെങ്കിലും വിധത്തിൽ ദൈവത്തോട് നേർച്ചകൾ നേർന്നിട്ടുണ്ടെങ്കിൽ, ദൈവത്തോട് ഉടമ്പടികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, മറന്നു പോയിട്ടുണ്ടെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ട് തിരക്കുകൾ കൊണ്ട് അതൊക്കെ വിട്ടു മറന്നുപോയ സാഹചര്യം ഏതെങ്കിലും മേഖലകളിൽ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, അതെല്ലാം ഇന്ന് രാത്രി സടകുടഞ്ഞെഴുന്നേറ്റത് കേട്ട് പഴയ വാഗ്ദത്തങ്ങളെ അത് ഓർത്ത് മടങ്ങി വന്ന് ദൈവവുമായിട്ടുള്ള കാര്യങ്ങളിലേക്ക്, ക്രമീകരണത്തിലേക്ക് പോകുവാനിടയാകട്ടെ. നേർച്ച നേരാതിരിക്കുന്നത് പാപമല്ല, നേർന്നത് നിവർത്തിക്കണം, നേരുന്നത് താമസിക്കരുത് എന്നാണ് ദൈവം പറയുന്നത്. അങ്ങനെയെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ നേർച്ചകൾ നേർന്നിട്ട്, നേർച്ചകൾ ലോകക്കാരുടെ നേർച്ചയല്ല. ഇന്നടത്തേക്ക് ഇന്ന പള്ളിക്ക് ഇന്നത് കൊടുത്തേക്കാം, അങ്ങനെയുള്ള നേർച്ച ദൈവമക്കൾക്കില്ല. ദൈവമക്കൾക്കുള്ള നേർച്ച എന്ന് പറയുന്നത് ദൈവത്തോട് ചെയ്തിരിക്കുന്ന ഉടമ്പടികൾ, ദൈവത്തോട് പറഞ്ഞിരിക്കുന്നത്. യാക്കോബിന്റെ ഉടമ്പടി ഒരു നേർച്ച പോലെ നമുക്ക് തോന്നാം. യാക്കോബ് പറയുകയാണ്, എന്നെ ഇന്ന് രാത്രി ഇവിടെ കരുതിയ ഈ കല്ല് നാട്ടി അതിന്റെ മേൽ ഉണ്ടായിരുന്ന എണ്ണ പകർന്നിട്ട് ഇത് ഈ കല്ലിനെ ലൂസ് എന്ന സ്ഥലമാണ്, പക്ഷെ ഇതിനെ ഞാനൊരു ബഥേലാക്കി മാറ്റും. ഇന്ന് രാത്രി ലൂസ് എന്ന പേരിൽ അല്ലെങ്കിൽ ചില പ്രയാസങ്ങളിൽ കൂടെ, പ്രശ്നങ്ങളിൽ കൂടെ നിന്റെ സാമ്പത്തിക മണ്ഡലങ്ങൾ, നിന്റെ കുടുംബത്തിന്റെ അവസ്ഥകൾ, നിന്റെ തലമുറകൾ നിന്റെ വരുതിക്കകത്ത് ഒതുങ്ങി നിൽക്കാതെ വണ്ണം, നീ ആഗ്രഹിക്കുന്ന നിലയിലേക്ക്, ആത്മീക പക്വതയിലേക്ക് വരാതെ വണ്ണം അതിനെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന ചില മേഖലകളെ നോക്കിക്കൊണ്ട് ദൈവാത്മാവ് പറയുകയാണ്, ഞാൻ അതിനെ മടക്കി വരുത്തും. അതൊരു ബഥേൽ പോലെ ആയിത്തീരും. ബഥേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഭവനമാണ്. ആ ഭവനം ദൈവത്തിന്റെ ഭവനമാണ്. ആത്മീക ആരാധനകൾ വെളിപ്പെടുന്ന സ്ഥലങ്ങളാക്കി ഞാൻ അതിനെ മാറ്റി മടക്കി കൊണ്ടുവരുമെന്ന് ഇന്ന് രാത്രി വ്യക്തമായി ദൂത് പറയുകയാണ്. അടൽക്കമന ഘടക ശന്തരവേദൽ ഖനാദിയാല ഘടകസി അടൽക്കമനാതിരാധന ഘടകസിയ. ഇന്ന് രാത്രി മറക്കരുത്, ദൈവം ചിലതൊക്കെ ചെയ്യും. ലോസ് എന്ന് പറയുന്ന പട്ടണത്തെ ബഥേലാക്കിയ ദൈവം, ഇന്ന് രാത്രി ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല.
ഇന്ന് രാത്രി ദൈവം നിന്റെ തലമുറയെ കുറിച്ചുള്ള വിഷയത്തിന്റെ മേൽ ദൈവകരം വെളിപ്പെടുമെന്ന് ഇന്ന് പകൽ വ്യക്തമായി തിരിച്ചറിയട്ടെ. നാം വിശ്വസിക്കുന്ന ദൈവം, നമ്മെ നടത്തുന്ന ദൈവം, നമ്മുടെ ദൈവം അതിശക്തിയോടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ യോനയെ വലിയ അവസ്ഥയിൽ നിന്ന് ദൈവം വിടുവിച്ചെങ്കിൽ, അതേ നിലയിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, പത്രോസ് അപ്പോസ്തലൻ ഏതെല്ലാം നിലയിൽ കരുതലോടുകൂടെ പടയാളികളും ചങ്ങലകളുമായി ബന്ധിച്ച് ഒന്നാം വാതിൽ, രണ്ടാം വാതിൽ, പട്ടണത്തിലേക്കുള്ള പ്രധാന വാതിലുകളെല്ലാം ഒരുപോലെ ബന്ധിച്ച് പോലും പുറത്തു വരാതിരിപ്പാൻ ഇന്ന് രാത്രി നിന്റെ തലമുറകളെ ദൈവമാക്കിയിരിക്കുന്ന മേഖലകളിൽ ജോലിയോട് ബന്ധപ്പെട്ട വിഷയത്തിലാകട്ടെ, അതിനെ പിന്തുടർന്നുകൊണ്ട് അതിന്റെ വഴികളെ അടച്ച് അതിന്റെ വഴികളെ തടഞ്ഞ് നന്മകളെ മുടക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളെ ഇന്ന് രാത്രി സ്വർഗം പൊളിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി നീ വിശ്വസിച്ചു കൊള്ളണം. അത്ഭുതമേറിയ ചില ദൈവപ്രവർത്തികൾ ഇന്ന് രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില കുടുംബങ്ങളിൽ മേൽ ചില ബഥേലിന്റെ അനുഭവങ്ങൾ പോലെ കുടുംബങ്ങളുടെ സ്ഥിതികളെ ദൈവം മാറ്റി ചൈതന്യം വരുത്തുമെന്ന് ദൈവാത്മാവ് വ്യക്തമായി പറയുകയാണ്. തടസ്സങ്ങൾ ഇന്ന് രാത്രി ചിലതൊക്കെ മാറുകയാണ്. നിന്റെ മുമ്പിൽ ചില ചെക്ക് പോസ്റ്റുകൾ പോലെ ചില തടസ്സങ്ങൾ ഇട്ട് നിൽക്കുന്ന ചില മേഖലകളെ ദൈവാത്മാവ് കാണുകയാണ്. അതിന്റെ സമയമായിരിക്കുകയാണ്. ചെക്ക് പോസ്റ്റുകൾ അവിടുത്തെ പേപ്പർ ഭാഗമെല്ലാം ക്ലിയർ ആകുന്ന വാഹനത്തിന് വേണ്ടി എങ്ങനെ തുറന്നു കൊടുക്കുമോ അതുപോലെ ചില ലിഫ്റ്റ് പോലെ ചിലത് തുറന്ന് നിന്റെ യാത്രകളെ സുഗമമാക്കി തീർക്കുന്ന ഒരു ദൈവത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന് ആത്മാവിന്റെ രാത്രികൾ തടസ്സമായി കിടന്ന കുടുംബത്തിന്റെ വസ്തു സംബന്ധമായ ചില വിഷയത്തിന്റെ മേൽ തടസ്സമിട്ട് വ്യാപരിച്ചു കൊണ്ടിരുന്ന ചില മേഖലകളുടെ മേൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ക്ലിയറൻസ് അവിടെ ലഭിച്ചിട്ടുണ്ട്. അവിടുത്തെ ചെക്ക് പോസ്റ്റ് പോലെ തടഞ്ഞു നിന്ന ആ പദ്ധതികളെ മാറ്റി ദൈവം അവിടുന്ന് അത് മൂവ് ചെയ്യാനുള്ള ചലനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ആ ദർശനത്തിനുള്ള അവധി അത് നിശ്ചയമായിട്ടുള്ളതാണ്, അവധി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, അത് ബന്ധപ്പെടുകയാണ്. എങ്ങനെയെങ്കിലും അവിടേക്ക് എത്തുവാൻ അത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. വരുമെന്നുള്ള കാര്യം നിശ്ചയമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ആരും ഭാരപ്പെടരുത്. പ്രാർത്ഥിച്ചിട്ട് ഇത്ര ദിവസമായിട്ടും അതിന് മറുപടിയില്ലല്ലോ. ഇത്ര ദിവസങ്ങൾ ഞാൻ ഉപവസിച്ചു, മാറി മാറി 7 പല ദിവസങ്ങൾ ശരീരത്തിന്റെ സ്ഥിതികൾക്കനുസരിച്ച് ആരോഗ്യത്തിനനുസരിച്ച് ഞാൻ മാറി മാറി ഉപവസിച്ചു. എങ്കിലും എന്തുകൊണ്ട് ചില കാര്യങ്ങൾ നടക്കുന്നില്ലെന്ന് ഇന്ന് രാത്രി നീ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം പറയുന്ന ഒരു കാര്യം നീ ഓർത്തുകൊള്ളണം. 2 കാര്യത്തിൽ ഓർക്കുകയാണ്. ഈ യോനയുടെ കാര്യത്തിന് യോന ഇത്രയും നന്ദി പറഞ്ഞെങ്കിലും 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യോനയുടെ മനോഭാവം, നമ്മൾ ഇന്ന് രാത്രിയിലും ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിയിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നവരാണോ, മഹത്വം കരേറ്റുന്നവരാണോ, അതോ ദൈവം ചെയ്ത കാര്യത്തെ തർക്കിച്ച് അതിനോട് നമ്മൾ തിരിച്ചു ചോദിക്കുന്നവരാണോ എന്ന് നോക്കണം. യോനയുടെ 4-ാം അധ്യായത്തിലെ കാര്യം, യോനയ്ക്ക് അവരെ ദൈവം വിടുവിച്ചു കഴിഞ്ഞപ്പോൾ യോനയ്ക്ക് വളരെ അനിഷ്ടമായി തീരാനിടയായി. അവന് കോപം വന്നു. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു, കോപത്തോടെ യഹോവയോട് പ്രാർത്ഥിപ്പാനിടയായി. കണ്ടോ, ദൈവം തന്റെ ജനത്തെ വിടുവിച്ചപ്പോൾ അവനത് ഇഷ്ടക്കേടായി വന്നു. അപ്പോൾ നമ്മുടെ മനോഭാവങ്ങൾ എങ്ങനെയാണ്? നാം പറഞ്ഞ ചില കാര്യങ്ങൾ ഒക്കെ നടക്കാതെ വന്നു കഴിയുമ്പോൾ നമുക്ക് ദൈവത്തോട് അനിഷ്ടം തോന്നാറുണ്ടോ? ദൈവത്തോട് എന്തെങ്കിലും ഒരു പ്രാർത്ഥനയിൽ വിരക്തി വരാറുണ്ടോ? പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു മറുപടി ലഭിക്കുന്നില്ല എന്ന് നിന്റെ അകത്തളങ്ങളിലോ പുറത്തോ ഒക്കെ നീ ആ പദങ്ങൾ പറയുന്നുണ്ടെങ്കിൽ യോനയുടെ അനുഭവമാണ്. മറന്നു പോകരുത്. യോനയ്ക്ക് ദൈവത്തോട് വളരെ അനിഷ്ടമായി അവൻ കോപം വന്നു. കോപിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ പ്രാർത്ഥിപ്പാനിടയായി. എന്നിട്ട് ദൈവത്തോട് പറയാണ്, അയ്യോ യഹോവേ, ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് തന്നെ അല്ലയോ? നീ അതുകൊണ്ടായിരുന്നു ഞാൻ തർശീശിലേക്ക് ഓടിപ്പോയത്. താൻ ചെയ്ത കാര്യത്തിന് ന്യായീകരണത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ കർത്താവെ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് നടക്കത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് പ്രാർത്ഥിക്കാത്തത്, അല്ലെങ്കിൽ ആ പ്രവൃത്തിയിലേക്ക് ഞാൻ ഇറങ്ങിത്തിരിക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇന്ന് രാത്രി യോനെ പോലെ ഒഴിവൊഴികൾ പറയുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി അത് മാറ്റേണ്ടതിനായി ദൈവം അതിന് ചില ക്രമീകരണങ്ങളൊക്കെ അവിടെ ചെയ്തതായിട്ട് നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ ഈ രാത്രിയിൽ ഓർപ്പിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് ദൈവത്തോടുള്ള മനോഭാവം എങ്ങനെയാണ്.
ദൈവത്തോടുള്ള മനോഭാവം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചില വിഷയങ്ങൾ നടന്നില്ലെങ്കിൽ നമുക്കറിയാതെ കോപമോ അതിനോട് പിറുപിറുക്കുന്ന സ്വഭാവങ്ങളോ ഒക്കെയോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നാം ഇന്ന് രാത്രി അതിനെ മാറ്റം വരുത്തുവാനിടയാകണം. എന്നാൽ ഇയ്യോബിനെ കുറിച്ച് പറയുന്നത്, ഇയ്യോബിനെ കുറിച്ച് കാര്യങ്ങൾ പറയുന്നത്, ഇയ്യോബിന്റെ ദൈവത്തോടുള്ള ആ പ്രതിപത്തി അല്ലെങ്കിൽ തന്റെ ജീവിതത്തിലെ വേദനയേറിയ അനുഭവങ്ങൾ വന്നപ്പോൾ ഇയ്യോബിനെ കുറിച്ച് നമ്മൾ ഇയ്യോബിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിന്റെ അവസാനത്തിലൊക്കെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഇയ്യോബിന്റെ നഷ്ടങ്ങളും തലമുറകളും സ്വത്തുക്കളും എല്ലാം പോയപ്പോഴും താനെ തന്റെ അധരം കൊണ്ട് യഹോവയ്ക്ക് വിരുദ്ധമായ ഒരു ഭോഷത്വം പോലും പറഞ്ഞില്ല. അധരം കൊണ്ട് അവൻ പാപം ചെയ്തില്ല. പ്രിയമുള്ളവരെ ഓർക്കുക, അത്രയും നഷ്ടം വന്നിട്ട് ദൈവത്തോട് അധരം കൊണ്ടൊരു പാപം പോലും അദ്ദേഹം ചെയ്തില്ല. എന്നാൽ യോനയ്ക്ക് ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത യോന, അതുകൊണ്ടാണ് ആവണക്കൊണ്ടാക്കി കാണിച്ച ദൈവം അതിനെ കുത്തിച്ച് അവനെ അത് മനസ്സിലാക്കിയത്. ആ പുള്ളിക്കാണെങ്കിൽ വന്ന വിഷയം എന്താണെന്നറിയാമോ? അദ്ദേഹത്തിന് ദൈവം ആ പ്രവർത്തി ചെയ്തപ്പോൾ അവരെ വിടുവിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം നഗരത്തിന് എതിരായിട്ടൊരു ഷെഡ് ഉണ്ടാക്കി. ആ നഗരത്തിന് എന്തു സംഭവിക്കുമെന്ന് കാണാൻ കുടില് കെട്ടിക്കാത്തിരുന്നു. ഇന്ന് രാത്രി നാം പറഞ്ഞ ദൂതുകൾ ചിലപ്പോൾ ദൈവം ചില വെളിപ്പെടുത്തിയത് ചില കഷ്ടങ്ങൾ വരുന്ന അനുഭവങ്ങളെ കുറിച്ചാകാം, ചില നാശങ്ങൾ വരുന്ന അനുഭവങ്ങളെ കുറിച്ചാകാം, അപകടങ്ങളെ കുറിച്ചുള്ളതാകാം. പക്ഷെ അത് സംഭവിക്കുന്ന വിഷയമല്ല. അത് സംഭവിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്കത് വെളിപ്പെടുത്തി തരികയാണ്. അങ്ങനെയുള്ള ചില സ്വപ്നങ്ങളോ ദർശനങ്ങളോ നാം കാണുന്നെങ്കിൽ നമ്മളെക്കുറിച്ച് ആരെങ്കിലും കാണുമ്പോൾ അത് നമ്മളോട് പറയുന്നുവെങ്കിൽ കേണ്ടതിനെ നാം ഉണർന്നു പ്രാർത്ഥിക്കേണ്ടവരാണ്. ആമീൻ. ഇന്ന് രാത്രി മറക്കരുത്, അങ്ങനെ കാണിക്കുന്ന ദൈവം അത് കാണിക്കുന്നതിന് നീക്കുപോക്കുള്ളത് കൊണ്ടാണ്. ഇന്ന് രാത്രി അത് മറന്നു പോകരുത്. ഏതെങ്കിലും വിധത്തിൽ അങ്ങനെ എന്തെങ്കിലും കണ്ട് ഭാരത്തോടെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽ ഈ രാത്രിയിൽ അതിനെ ബലമേറ്റെടുത്ത് പുതുക്കം പ്രാപിപ്പാനിടയായി തീരട്ടെ. ആമേൻ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി അങ്ങനെ അത് വിടുതൽ പ്രാപിപ്പാനിടയായി തീരട്ടെ. പറയുന്ന ഒരു കാര്യമുണ്ട്: ഇയ്യോബിന് എന്തെല്ലാം നഷ്ടം വന്നിട്ടും തന്റെ അധരം കൊണ്ട് താൻ ഒരു ദൈവത്തിന് വിരോധമായൊരു ഭോഷത്വമോ അധരം കൊണ്ടൊരു പാപം ചെയ്യുകയോ താൻ ചെയ്തില്ല. അത് ചെയ്യാതിരുന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു? ഇയ്യോബിന്റെ മനോഭാവം നാം മനസ്സിലാക്കുക. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ 42-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇയ്യോബിനെ ദൈവം എന്ത് ചെയ്തു? ഇരട്ടിയായി അനുഗ്രഹിപ്പാനിടയായി. അവന്റെ നഷ്ടപ്പെട്ട സ്നേഹിതന്മാരെല്ലാം മടങ്ങി വരുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി നമ്മുടെ മനോഭാവം, ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തിന്റെ മേൽ ചില തടസ്സങ്ങളോ നഷ്ടങ്ങളോ വരുമ്പോൾ നാം ഏതും മെഥേഡിലാണ് ദൈവത്തോട് ഇടപെടുന്നത്? നമ്മുടെ മനോഭാവങ്ങൾ ദൈവമായിട്ടുള്ള വിഷയത്തിൽ എങ്ങനെയാണ്? ചില നഷ്ടങ്ങൾ വന്നാൽ ദൈവത്തോട് നമ്മൾ പിറുപിറുക്കുന്നവരാണോ? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആ മനോഭാവങ്ങൾ മാറ്റി, ആമേൻ, നമുക്ക് ഇയ്യോബ് പറഞ്ഞതുപോലെ ദൈവം നന്മയും തിന്മയും ദൈവം തരികയില്ലയോ? അത് രണ്ടും അനുഭവിപ്പാൻ നാം ബാധ്യസ്ഥരാണെന്നുള്ള കാര്യം മറന്നു പോകാതെ ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി കരേറ്റുവാൻ ഇടയാകട്ടെ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പത്രോസിന് അത്രത്തോളം കാവൽക്കാരെ വെച്ച് അവിടെ വലിയ തടസ്സങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ഇന്ന് രാത്രി മറക്കരുത്, ഒരു സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ, ആ വിഷയത്തിന് വേണ്ടി ഒരുവൻ കൂടെ ഉള്ളവൻ കൊന്നു, എന്നാൽ അടുത്തവനെ കൊല്ലുവാനുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു വെച്ചതിന് ശേഷമാണ് അവർ വളരെ ശ്രദ്ധയോടെ അവിടെ അവനെ സൂക്ഷിച്ചത്. പക്ഷേ അവനെ എവിടെ ആക്കുവാൻ ഉദ്ദേശിച്ചുവോ ആമീൻ, അതിന്റെ തലേ രാത്രി ദൈവം ഇടപെടുവാനിടയായി. ഇന്ന് രാത്രി ഭാരത്തോടിരിക്കുന്ന ചില വിഷയത്തിന്റെ മേൽ ആമീൻ, ദൈവത്തിന്റെ റൈറ്റ് ടൈം എന്ന് പറയുന്നത് ആമീൻ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളാണ്. ആമീൻ, നീ ഭാരപ്പെട്ട് തകരുമെന്ന് ചിന്തിക്കുന്നതിന്റെ തലേ രാത്രിയിൽ ദൈവം ചില വഴികൾ തുറന്നതുപോലെ ഹാമാനെ ആമീൻ മൊർദെഖായിയെ വിടുവിക്കപ്പെടേണ്ടതിന് ദൈവം വഴികൾ തുറന്നതുപോലെ ഇന്ന് രാത്രി മറക്കരുത്, ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടി ദിവസങ്ങൾ കാത്തിരിക്കുന്ന ദൈവജനത്തോട് ദൈവാത്മാ പറയുന്നു, ദിവസങ്ങളിൽ നിന്റെ കുടുംബത്തിന്മേൽ ചില വ്യക്തമായ ചില വിടുതലുകൾ വെളിപ്പെടാൻ പോകുകയാണ്. നിന്റെ ഭവനത്തിന്മേൽ വെളിപ്പെടാൻ പോകുകയാണ്. നിന്റെ ജീവിതത്തിന്റെ കൂട്ടായി തന്നിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചില വിടുതലുകൾ വെളിപ്പെടുത്താൻ പോകുകയാണ്. ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമായി ചില വഴികൾ ഈ ദിവസങ്ങളിൽ സ്വർഗം തുറക്കുമെന്ന് ദൈവാത്മാ വ്യക്തമായി വിളിച്ചു പറയുന്നു. ഈ രാത്രി മറന്നു പോകരുത്.
നിരാശയിലായിരിക്കുന്നവർ മടങ്ങി വരുവാനിടയാകണം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. ഇത്ര ധൈര്യത്തോട് നമുക്ക് പറയുവാൻ കഴിയണം, ആമീൻ, എന്റെ ദൈവമേ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എന്റെ ദൈവമോ, അത്ര ഉറപ്പോടെ പറയുന്നത്, നമ്മുടെ ഏത് ബുദ്ധിമുട്ടുകളും തന്റെ ധനത്തിന്റെ തന്റെ മഹത്വത്തോട് തന്റെ ധനത്തിന് ഒത്തവണ്ണം ക്രിസ്തു യേശുവിൽ അത് പൂർണ്ണമായി തീർത്തു തരും. അത് മറന്നു പോകരുത്. അതുപോലെ തന്നെ യോനയുടെ ജീവിതത്തിൽ യോനയുടെ വിഷയത്തിന് മേൽ ഭൂമി പോലും തന്നെ പുറത്തുവിടാതിരിപ്പാൻ സദാകാലത്തേക്ക് അടച്ചെങ്കിലും തനിക്ക് ദൈവത്തിന്റെ ആലയത്തിലേക്കുള്ള നോട്ടം, അത് ഭാഗ്യ കണ്ടുകൊണ്ടല്ല, അകത്തെ ദൃഷ്ടി കൊണ്ട് അവൻ നോക്കിയിരുന്ന നോട്ടത്തിന് മുടക്കം വന്നില്ല. അവന്റെ പുറമേ ഉള്ളതിനെ മുടക്കുവാൻ സമുദ്രവും തിരമാലകളും നിമിത്തം അവന് കാണുവാൻ കഴിയാതിരുന്നുവെങ്കിൽ, പക്ഷേ അവന്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിരുന്നത് കൊണ്ട് ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടിട്ട് ഇന്ന് രാത്രിയിലും മറക്കരുത്, ചിലതിനെയൊക്കെ ദൈവം പുറത്തു കൊണ്ടുവരും. ലോകം പറയും നടക്കുകയില്ലെന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു നടക്കും. ചിലതൊക്കെ പുറത്തു വരും, ചിലതൊക്കെ ഇറങ്ങി നടക്കും, ചിലത് സഞ്ചരിക്കും, ചില ദൈവപ്രവർത്തിക്ക് വേണ്ടി ചിലതിനെ ദൈവം ഒരുക്കും. തടസ്സങ്ങളെ ഒന്നും ദൈവത്തിന്റെ മുമ്പിൽ തടസ്സങ്ങളോ ഒന്നും ഒരു വിഷയമല്ല. രാജാവോ സൈന്യമോ ഒന്നും ദൈവത്തിന്റെ മുമ്പിൽ വിഷയമല്ലെന്ന് ഇന്ന് രാത്രി വ്യക്തമായി ദൈവമക്കൾ മനസ്സിലാക്കിക്കൊള്ളണം. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്, ദൈവം നമ്മളെ ഒരു നാളും അനാഥനായി. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളോട് കൂടെ എല്ലാ കാലവും ഞാൻ എന്ത് ചെയ്യും, നിങ്ങളോട് കൂടെ ഇരിക്കും. എന്നാൽ പത്മോസിലേക്ക് നാട് കടത്തപ്പെട്ട അവിടെ ആ സ്ഥലത്തേക്ക് എന്ത് ചെയ്തു, യോഹന്നാന്റെ അടുക്കലേക്ക് രാജകൽപ്പനയുണ്ട്, അതുകൊണ്ട് ഒരു മനുഷ്യനും ചെല്ലുകയില്ല. പക്ഷെ ആ കൽപ്പനകളെ പൊളിച്ചുകൊണ്ട് ഒരു നാളും ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ലെന്ന് പറഞ്ഞ അവന്റെ അരുമനാഥൻ, മാറോട് ചാരി അരുമനാഥൻ ആ സ്ഥലത്തേക്ക്, പത്മോസിന്റെ ഏകാന്തതയിലേക്ക് യേശു കർത്താവ് ചെല്ലുവാനിടയായി. ഇന്ന് രാത്രി നീ ഏകാന്തതയുടെ ആഴങ്ങളിൽ, ആരും നിന്നെ സഹായിപ്പാനില്ലാത്ത മേഖലകൾ പോലെ നിന്റെ ജീവിതത്തിന്റെ മേൽ കാർമേഘങ്ങൾ മൂടി നിന്ന് ചിലതിന്റെയൊക്കെ നാശത്തിന്റെ ശബ്ദങ്ങൾ നീ കേൾക്കുന്നുണ്ടെങ്കിലും ഇന്ന് രാത്രി മറന്നു പോകരുത്, അതൊന്നും കണ്ട് ഭയന്നു മാറുന്നവനല്ല ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവം. ആ കർത്താവ് അവിടേക്ക് ഇറങ്ങി വരികയാണ്. ഒരിക്കൽ പറഞ്ഞ വാക്കാണ്, ഞാൻ നിന്നെ എന്ത് ചെയ്യത്തില്ല, ഒരു നാളും അനാഥനായി വിടുകയില്ല, ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ കർത്താവ് രാജകീയ അധികാരത്തിന്റെ ചെങ്കോലിന്റെ അധികാരം ഉപയോഗിച്ച് ഒറ്റ കുഞ്ഞുങ്ങൾ പോലും ആ ദേശത്തേക്ക് തിരിഞ്ഞു നോക്കരുന്നുള്ള വിലക്കുള്ള സ്ഥലത്തേക്ക് രാജാക്കന്മാരുടെ അരക്കച്ചയെ അഴിക്കുവാൻ കഴിയുന്നവനാണ് ദൈവം. അങ്ങനെയെങ്കിൽ ഒരുവനെ വാഴിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന ദൈവമാണ് ആ കർത്താവ്. കണ്ടോ, തന്റെ ഭക്തൻ എവിടെ കിടക്കുന്നു അവിടേക്ക് ഇറങ്ങി വരുന്ന ദൈവമാണ്. പ്രിയമുള്ളവരെ, അവിടേക്ക് ഇറങ്ങി വന്നവനെ വിടുവിച്ച് ഒരു വലിയ ദൗത്യത്തിന് വേണ്ടി ദൈവം അവനെ ഒരുക്കിയെടുത്ത് ഒരു ശക്തനായി അവനെ ഒരുക്കിയെടുത്ത് അവനെ വെളിപ്പാട് പുസ്തകം എഴുതത്തക്ക നിലയിലേക്ക് മടങ്ങിക്കൊണ്ടുവെങ്കിൽ ഇന്ന് രാത്രി ആ ദേശത്തേക്ക് പോയവരാരും രക്ഷപ്പെട്ടിട്ടുള്ളതാണ് ചരിത്രം. പക്ഷെ ആ രക്ഷപ്പെടുകയില്ലെന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്ന് അവന് സ്വർഗീയ ദർശനം കൊടുത്ത് മറ്റു ശിഷ്യന്മാർക്ക് ലഭിക്കാത്ത വെളിപ്പാടുകൾ കൊടുത്ത് അവനെ തിരിച്ചു കൊണ്ടുവന്ന് ആ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അവനെ കൊണ്ട് ആ ലേഖനങ്ങൾ എഴുതിച്ച് അവനെ ആ വെളിപ്പാട് പുസ്തകം, യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് അവനെ കൊണ്ട് എഴുതിച്ച് ഇന്നും അതിന്റെ ശക്തി ലോകത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ മനുഷ്യന്റെ ഭാഷയാണ് പോയി തീർന്നു, നടക്കയില്ലെന്ന് പറഞ്ഞു. പക്ഷേ ദൈവത്തിന്റെ ഭാഷയിൽ നടക്കത്തില്ല എന്ന് പറയുന്ന ഒരു പദ്ധതിയില്ല. അവന്റെ ഒരു വാക്ക് പറഞ്ഞാൽ ഊവേ എന്ന് പറഞ്ഞാൽ ഊവെന്നാണ്. ഇന്ന് രാത്രി വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അത് ഊവേ എന്നാണ്. 10,000 ഉണ്ടെങ്കിലും അത് ഊവേ എന്നാണ്. ദൈവം ഒരിക്കലും പറയത്തില്ല എനിക്കും ചെയ്യുവാൻ കഴിയുന്നില്ലെന്ന് പറയത്തില്ല. ഇന്ന് രാത്രി ദൈവമക്കളെ ബലപ്പെടുത്തുവാനാണ് ദൈവാത്മാവ് പറയുന്നത്. കാരാഗ്രഹത്തിന്റെ അകത്ത് പൗലോസും ശീലാസും കിടന്ന് അവിടെ കിടക്കുമ്പോൾ ഉണ്ടല്ലോ, അവരുടെ ആരാധനയുടെ ശബ്ദത്തിന് മുമ്പിൽ കർത്താവിന് ആ കെട്ടിടത്തിന്റെയോ അതിന്റെ ഉയരമോ അതിന്റെ വാതിലുകളുടെ വലിപ്പമോ പടയാളികളുടെ ശക്തിയോ ഒന്നുമല്ല ദൈവത്തിന് വിഷയം. അതൊന്നും ദൈവത്തിന് മുമ്പിൽ ഒന്നുമില്ല. അവിടേക്ക് കർത്താവ് പറയലയ്യോ എനിക്ക് അങ്ങോട്ട് വരാൻ വയ്യ, അവിടെ വല്ലാത്ത സ്ഥലമാണ്, അത് അനേക
മോശമായി ജീവിക്കുന്നവരെയൊക്കെ പിടിച്ചിട്ടിരിക്കുന്ന സ്ഥലമാണെന്നൊന്നും പറഞ്ഞ് കർത്താവ് മാറുകയില്ല. ഭക്തൻ എവിടെ കിടക്കുന്നുവോ ആ ഭക്തന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന ഭക്തരെ വിടുവിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഇന്ന് രാത്രി തടവറകൾ പോലെ അതിന് നമ്മുടെ വീട്ടിലേക്ക് വരേണ്ട നന്മകളെ തടയുന്ന, വഴികളെ തടയുന്ന, ചിലരുടെയൊക്കെ വിവാഹങ്ങളെ മുടക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള മേഖലകളിലേക്ക് വരുമ്പോൾ പറഞ്ഞു തെറ്റിക്കുന്നവരുണ്ട്. ഇന്ന് രാത്രി മറക്കരുത്, നീ കിടക്കുന്ന സ്ഥലം കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങളാണെങ്കിലും നീ അവിടുന്ന് പാടി ആരാധിപ്പാൻ തുടങ്ങിയാൽ അവിടേക്ക് ഈ തടസ്സങ്ങളെ കണ്ട് മാറിപ്പോകാതെ കെട്ടിടത്തിന്റെ ഈ തടവറയുടെ ഉയരം കണ്ടിട്ട് മാറിപ്പോകുന്നവനല്ല നാം സേവിക്കുന്ന ദൈവം. ആമീൻ. നീ ആയിരിക്കുന്ന സ്ഥലത്തേക്ക് വന്ന് നിന്നെ വിടുവിക്കുവാൻ, പുറത്തു കൊണ്ടുവരുവാൻ ശക്തിയുള്ള ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഏതു മേഖലകളിൽ എത്ര കഠിനമായ ആഭിചാരമോ ആഭിചാരകന്മാർ പാർക്കുന്ന സ്ഥലമോ നിന്റെ വീടിന് ചുറ്റും എന്തെല്ലാം ക്ഷുദ്രപ്രയോഗങ്ങളോ ആഭിചാരങ്ങളോ ഒക്കെ ആരെല്ലാം എന്തെല്ലാം ഒരുക്കി വെച്ചാലും അതൊന്നും കണ്ടു മടങ്ങിപ്പോകുന്നവനല്ല ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവം. ആമീൻ. പക്ഷെ അങ്ങനെയുള്ളവർ വിടുന്ന പല മൂർത്തികളും അങ്ങോട്ട് അടുക്കാൻ വയ്യ എന്ന് പറഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അതേ കാറ്റഗറിയിൽ ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവത്തിന്റെ ശക്തിയെ നിങ്ങൾ അതേ നിലയിൽ അളക്കരുത്. ഇന്ന് രാത്രി വ്യക്തമായി പറയുന്നു, എത്ര വലിയ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും, എത്ര വലിയ കാരാഗ്രഹമായിരുന്നാലും, എത്ര വലിയ ആഭിചാരകന്മാര് ക്ഷുദ്രപ്രയോഗങ്ങൾ നടത്തിയ മേഖലകളായിരുന്നാലും അവിടെയൊക്കെ നിന്റെ ഭക്തന്റെ കരച്ചിൽ കേട്ട് ആരാധനയുടെ മുൻപിൽ ഇറങ്ങി വന്ന് നിന്നെ ബലത്തോട് പുറത്തു കൊണ്ടുവരുന്ന ദൈവമാണ്. ഇന്ന് രാത്രി മറക്കരുത്. അതുകൊണ്ട് നിന്റെ ഏതു മേഖലകൾ, നിന്റെ പ്രാർത്ഥനാ വിഷയം ഏതായിരുന്നാലും നിന്നെ വിടുവിക്കുവാൻ ദൈവം ശക്തനായ ദൈവമാണ്. ഇന്ന് രാത്രി വിശ്വസിച്ചു കൊള്ളണം. ഇന്ന് രാത്രി ഉറപ്പോടെ പറയണം, എന്റെ ദൈവം, എന്റെ ദൈവം എന്ന് പറയണം. എന്റെ ദൈവം എന്നെ വിടുവിക്കും. എന്റെ ദൈവം എന്ന് പറയുന്ന ആ ഒരു ഇന്റമസിയിലേക്ക് ഇന്ന് രാത്രി നാം ഒന്നുകൂടെ ദൈവത്തോട് ചേർന്നിരിപ്പാൻ ഇടയാകണം. ഏതെങ്കിലും മേഖലകളിൽ നമ്മുടെ അകത്ത് വചനത്തിന്റെ പ്രകാശം ലഭിക്കാതെ ദൈവത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ആമീൻ അതിന്റെ ആഴങ്ങളിൽ ബോധ്യപ്പെടാത്ത നിലയിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി മടങ്ങി വന്ന് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ഇടയാകട്ടെ. ദൈവം നമ്മുടെ ഏത് മേഖലകളിൽ നിന്നും നമ്മെ ഉദ്ധരിപ്പാൻ മതിയായ ദൈവമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തു നിന്ന് പൗലോസിനെയും ശീലാസിനെയും ദൈവം വിടുവിച്ചു എങ്കിൽ ആമീൻ ഇന്ന് രാത്രി മറക്കരുത്, അതിന്റെ ആ ദൈവ സാന്നിധ്യം വെളിപ്പെട്ട മണ്ഡലങ്ങളിൽ കാരാഗ്രഹത്തിന്റെ അടിത്തറകൾ ഇളകിയെങ്കിൽ ഇന്ന് രാത്രി ചിലതിന്റെയൊക്കെ അടിത്തറകളെ ഇളക്കി ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ മതിയായ ദൈവമാണ്. ചിലതിന്റെയൊക്കെ അടിത്തറകളെ സ്വർഗം ഇളക്കും. ചില മേഖലകളിൽ ചില അടിത്തറകളെ ദൈവം ഇളക്കി. അൽക്കമന ഘടക ശമ്പൽ വൈഡിരിവികതുരി അടൽക്കമന ഘടകസിയ നീ പോലും ചിന്തിക്കാത്ത നിലയിൽ, നിനക്ക് പോലും മനസ്സിലാകാത്ത നിലയിൽ അങ്ങനെ സംഭവിക്കുന്ന പോലും ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചതല്ല, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് തോന്നത്തക്ക നിലയിൽ ചില ദൈവപ്രവർത്തികൾ ഈ ദിവസങ്ങളിൽ ചില കുടുംബത്തിന്മേൽ വ്യക്തമായി വെളിപ്പെട്ടു വരുമെന്ന് ആത്മാവ് ഇന്ന് രാത്രി വ്യക്തമായി ദൂത് പറയുകയാണ്. അതെങ്ങനെ സംഭവിച്ചു, ഞാൻ പോലും ചിന്തിച്ചില്ല, ഞാൻ അതിന് അളവ് കണ്ടിട്ടുണ്ട്, അത്രത്തോളം ഒക്കെ വരത്തുള്ളെന്നാ ചിന്തിച്ചത്. പക്ഷേ അതിനൊക്കെ അപ്പുറമായി ഒരു വലിയ ദൈവപ്രവർത്തി ഈ ദിവസങ്ങളിൽ ചില കുടുംബങ്ങളിൽ മേൽ ആമീൻ വെളിപ്പെടുമെന്ന് ദൈവാത്മാ പറയുകയാണ്. നീ അത് കാണാൻ പോകുകയാണ്, നിന്റെ കണ്ണുകൊണ്ട് അത് കാണാൻ പോകുകയാണ്, നിന്റെ കണ്ണുകൊണ്ട് അതിനെ കാണാൻ പോകുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ എല്ലാ നിരാശകളും മാറട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ, പതറിപ്പോകുന്ന അനുഭവങ്ങൾ മാറിപ്പോകട്ടെ, ചഞ്ചലിപ്പുകളൊക്കെ മാറിപ്പോകട്ടെ. ഒരു ഉറപ്പ്, ഒരു ധൈര്യത്തോടെ ഇന്ന് രാത്രി ബലമേറ്റെടുപ്പാൻ ഇടയായി തീരട്ടെ. ഭാരപ്പെടുത്തുന്ന എല്ലാ അനുഭവങ്ങളിൽ നിന്നും എല്ലാ അവസ്ഥകളിൽ നിന്നും ദൈവം ഇന്ന് രാത്രി നമ്മെ പൂർണ്ണമായി വിടുവിക്കുന്ന ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി നമ്മുടെ മേൽ ഇറങ്ങി വരികയാണ്. അടൽക്കമന ഘടക സൗന്ദരജാര ഘടകസി ഓ റിമാന ഘടക ഷൗഡിവിനി ഹത്തുരജാര ഘടക സിയാന ഘടക സിയ അടവൽ കമന ഘടക സിയാന ഘടകസി ഉടവൽ കമന ഘടക സിയാദന ഹന്തല ബൗഡര ഘടകസി അൽബർ ബൗഡിരിവികത്തുനി അടൽ കമന ഘടകസി അല്പം കൊണ്ടും അധ്യം കൊണ്ടും പ്രവർത്തിപ്പാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം. അങ്ങനെയെങ്കിൽ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന യോനയ്ക്ക് വേണ്ടി ഇറങ്ങി വന്ന് യോനയെ വിടുവിക്കുവാൻ ശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. കാരാഗ്രഹത്തിൽ കിടക്കുന്ന പത്രോസിനെ വിടുവിക്കുവാൻ വേണ്ടി ഇറങ്ങി വരുന്നവനാണ് ദൈവം. അവിടുത്തെ വാതിലുകളോ പടയാളികളോ അവിടെ ആയുധങ്ങളോ കരുതലുകളോ അവരുടെ ടെക്നോളജികളോ ഒന്നും ദൈവത്തിന് വിഷയമല്ല. ഇന്ന് രാത്രി മറക്കരുത്, ഏതെങ്കിലും ടെക്നോളജിയുടെ വലിപ്പമോർത്ത് അത് അവിടെ നിന്ന് ചെന്ന് പറ്റാൻ ഒക്കത്തില്ലെന്ന് ചിന്തിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി നിന്റെ തലമുറകളോടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ടെക്നോളജികളെ എല്ലാം ദൈവം മാറ്റി അതിനപ്പുറത്തേക്ക്
എത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി വ്യക്തമായി മനസ്സിലാക്കി വിശ്വസിച്ചു കൊള്ളുക. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ചിലതിന്റെ മേലൊക്കെ ദൈവം ചില അപ്പോയിന്റ്മെന്റ് ഓർഡറുകൾ കൊടുക്കുന്നത് പോലെ ചില കാര്യങ്ങളൊക്കെ ആമീൻ ദൈവം ചിലതിന്റെയൊക്കെ കരങ്ങളിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. അത് നീ കാണാൻ പോവുകയാണ്. അയ്യോ, ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ, ഇത്രയും ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്ന് ഞാൻ മനസ്സിൽ പോലും കണ്ടതല്ല എന്ന് നീ പറയത്തക്ക നിലയിൽ, അതേ നിലയിൽ ആമീൻ ദൈവം ചില വഴികളെ തുറക്കുമെന്ന് ദൈവാത്മാ വ്യക്തമായി ദൂത് പറയുകയാണ്. തലമുറകളോടുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ, ജോലിക്കായി തേടിപ്പോയിരിക്കുന്നവരോട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ദൈവപ്രവൃത്തി ദിവസങ്ങളിൽ വ്യക്തതയോടെ വെളിപ്പെടും എന്ന് ദൈവാത്മാ വിളിച്ചു പറയുകയാണ്. ഒരു അത്ഭുതമേറിയ വിഷയം. നാം പ്രതീക്ഷിച്ചത് ഒരുപക്ഷെ 2000 അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തുകയാണെങ്കിൽ അതിനേക്കാളൊക്കെ ഇരട്ടിയിലുള്ള ഒരു അനുഭവത്തിലേക്ക് ദൈവം കൈപിടിച്ചുയർത്തുന്നത് പോലെ ആമീൻ ഒരുക്കി വച്ചിരിക്കുന്നത് കാണാൻ പോവുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ആമീൻ ദൈവം ഒരുത്തനു വേണ്ടി, തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നിർണയപ്രകാരം ആമീൻ ബലമുള്ളവരായി തീരുവാൻ ഈ രാത്രിയിൽ നമുക്ക് ഓരോരുത്തർക്കും ഇടയായി തീരട്ടെ. യോനയെ വിടുവിച്ച ദൈവം അതുപോലെ തന്നെ യോന പറയുന്നത് എന്താണ്? സമുദ്രത്തിന്റെ അടിത്തട്ടുകൾ പോലും, ഭൂമി പോലും എന്നെ അവിടുന്ന് തന്നെ അടച്ചു വെച്ചു, പക്ഷേ അവിടുന്ന് അവനെ ദൈവം പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പത്രോസിനെ ദൈവം വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ അവിടുത്തെ 1-ാം വാതിലോ 2-ാം വാതിലോ 3-ാം വാതിലോ ഒന്നും തടസ്സമായി കിടക്കുകയില്ല. അതിനപ്പുറത്തു നിന്ന് എത്ര തടസ്സമുണ്ടെങ്കിലും ദൂതൻ ഇറങ്ങിക്കഴിഞ്ഞാൽ വാതിലുകൾ തന്നെ തുറക്കുക. മാത്രമല്ല, നിന്റെ കൈമേൽ കിടക്കുന്ന ബന്ധനങ്ങൾ നീ അറിയാതെ നിന്റെ കയ്യിൽ, നിന്റെ ശരീരത്തിൽ നിന്ന് അഴിഞ്ഞു പോകാനിടയാകും. ഇന്ന് രാത്രി വചനം കേൾക്കുമ്പോൾ ചിലരുടെ മേലൊക്കെയുള്ള ചില ബന്ധന ശക്തികൾ അഴിഞ്ഞു മാറാൻ പോകുകയാണ്. അഡ്കമന ഘടക സമ്പൽ വൈഡിരിപികത്തുനി അടൽക്കമന ഘടകസി ചിലരുടെ മേൽ നിന്ന് ചില ബന്ധനങ്ങൾ ആമീനൊക്കെ ഇന്ന് രാത്രി അഴിഞ്ഞു മാറാൻ പോകുകയാണ്. അങ്ങനെയെങ്കിൽ ദൂതൻ ഇറങ്ങിയപ്പോൾ ആരും അഴിക്കാതെ അവന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞ് അവനെ ആമീൻ 1-ാം വാതിലും 2-ാം വാതിലും പട്ടണത്തിലേക്കുള്ള പ്രധാന വാതിലുകളും എത്തിച്ച് അവനെ പുറത്തു കൊണ്ടുപോയെങ്കിൽ ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, നാം അനുഭവിക്കുന്ന ഏത് വിഷയത്തിന്റെ മേലും നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ആ ഉറപ്പ് ഇന്ന് രാത്രി നാം പ്രാപിച്ച് ബലമേറ്റെടുക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനയുടെ കുറവല്ല, നമ്മുടെ ആരാധനയുടെ കുറവല്ല, പക്ഷേ നമുക്ക് വിശ്വസിക്കുവാൻ കഴിയാത്ത ചില മേഖലകളെയാണ് ദൈവാത്മാവ് കാണിക്കുന്നത്. നമുക്ക് ആഴമായി വിശ്വസിക്കാൻ കഴിയുന്നില്ല. സാഹചര്യങ്ങൾ വരുമ്പോൾ നാം ഭയപ്പെടുകയാണ്. കർത്താവ് പറയുന്നു, നിങ്ങൾ ഒന്നിനെ കുറിച്ചും എന്ത് ചെയ്യരുത്, വിചാരപ്പെടരുതെന്ന് പറഞ്ഞാലും നമ്മൾ വിചാരത്തോടു കൂടെയാണ് ഈ രാത്രിയിലും പ്രാർത്ഥനയിലായിരിക്കുന്നത്. നമുക്കൊരു ഇന്ന് രാത്രി നല്ലൊരു ഉറപ്പ് വേണം. എന്റെ ദൈവം ആമീൻ വാക്കു പറഞ്ഞാൽ മാറാത്തവനാണ്. അതാണ് പൗലോസിന്റെ ഉറപ്പ്. ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നതെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. അവൻ എന്റെ ഉപനിധിയാണ്, അവനെ അവസാനത്തോളം കാക്കുവാൻ ശക്തനാണ്. അത് കാട്ടിൽ കിടന്നാലും കപ്പലിലായിരുന്നാലും ആമീൻ എവിടെയായിരുന്നാലും എന്നെ വിടുവിക്കുവാൻ എന്റെ ദൈവം മതിയായ ദൈവമാണ്. അതുകൊണ്ടാണ് ആശയിൽ വെച്ചുണ്ടായ കാര്യത്തേക്ക് ഇത്ര ഭയങ്കര മരണത്തിനൊന്ന് ആമീൻ ഞങ്ങളെ ദൈവം വിടുവിച്ചുവെങ്കിൽ ഇനിയും വിടുവിക്കും, മേലാലും വിടുവിക്കുമെന്ന് പൗലോസിന് നല്ല ഉറപ്പ് വരാൻ കാരണം, ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത്, എന്റെ ദൈവം എന്ന് പറയുന്നത് ആരാണെന്ന് തനിക്ക് നല്ല ഉറപ്പാണ്. സെക്രിയാ പ്രവചനത്തിൽ പറയുന്ന ഒരു വചനം ഇങ്ങനെയുണ്ട്. ആ ഭാഗമൊന്നും ഞാൻ എടുക്കുന്നില്ല, ഞാൻ ഓടിച്ച് പറഞ്ഞു വിടാം. ഇങ്ങനെയാണ് പറയുന്നത്, ആകാശത്തെ വിരിക്കുകയും ഭൂമിക്ക് അടിസ്ഥാനമിടുകയും മനുഷ്യന്റെ ഉള്ളിൽ അവന്റെ ആത്മാവിനെ നിർമ്മിക്കുകയും ചെയ്ത ദൈവം. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ആകാശത്തെ വിരിച്ചവൻ ദൈവമാണ്. ആ ദൈവം തന്നെയാണ് ഭൂമിക്ക് അടിസ്ഥാനമിട്ടത്. ആ ഭൂമിക്ക് അടിസ്ഥാനമിട്ട ദൈവം തന്നെയാണ് ഭൂമിയിൽ പാർക്കുവാൻ മനുഷ്യനെ സൃഷ്ടിച്ചത്. എല്ലാ സൃഷ്ടികളെക്കാൾ ഉപരിയായി മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ആമീൻ ഏറ്റവും നല്ലതായി കണ്ട് തന്റെ കൈകൊണ്ട് നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ മെനഞ്ഞുവെങ്കിൽ മെനഞ്ഞാണ്. എന്നിട്ട് അവന്റെ ഉള്ളിൽ അവന്റെ ആത്മാവിനെ സൃഷ്ടിച്ചവനാണ്. കണ്ടോ, ആകാശത്തെ വിരിച്ചു, ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, പക്ഷേ മനുഷ്യന്റെ ഉള്ളിൽ അവന്റെ ആത്മാവിനെ വെച്ചവനാണ്. അങ്ങനെയെങ്കിൽ ആ മനുഷ്യനോട് ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്, മറ്റുള്ള സൃഷ്ടിയേക്കാളൊക്കെ ഉപരി. അതുകൊണ്ടാണ് ഈ മനുഷ്യൻ തെറ്റിപ്പോകുമ്പോൾ ദൈവം യെശയ്യാവിൽ കൂടെ ഒക്കെ പറയുന്നത്, ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക എന്ന് പറയും. ഞാൻ മക്കളെ എന്ത് ചെയ്തു, പോറ്റി വളർത്തി, അവൻ എന്നോട് എന്ത് ചെയ്യുന്നു, മത്സരിക്കുന്നു എന്നൊക്കെ പറയാൻ കാരണം ദൈവം
ദൈവം ആകാശത്തെ വിരിച്ചവൻ ദൈവമാണ്, ഭൂമിക്ക് അടിസ്ഥാനമിട്ടവൻ ദൈവമാണ്. ആ ദൈവമാണ് മനുഷ്യനെ അവന്റെ ഉള്ളിൽ അവന്റെ ആത്മാവിനെ നിർമ്മിച്ചത്. ആ മനുഷ്യൻ ഏതെങ്കിലും വിധത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നാൽ, ദൈവത്തിൽ നിന്ന് തെറ്റിയാൽ, ദൈവം നമ്മളോട് ആരോടും അല്ല പറയുന്നത്. ഈ ആകാശത്തെ വിരിച്ച ദൈവം പറയാണ്, ആകാശമേ ആമീൻ, നീ എന്റെ കൈവേലയാണ്, കേക്ക്. ആമീൻ, ഭൂമിയെ നീ ഇത് കേക്ക്. ഞാൻ മക്കളെ എന്ത് ചെയ്ത് പോറ്റി വളർത്തി. പക്ഷേ എന്താണ്, അവർ എന്നോട് മത്സരിക്കുകയാണ്. കാളയും കഴുതൻ തന്റെ ഉടയവനെ യജമാനെ ഒക്കെ അറിയുന്നു, പുൽത്തൊട്ടിയൊക്കെ അറിയുന്നു, പക്ഷേ എന്റെ ജനം എന്നെ അറിയുന്നില്ല. ഇന്ന് രാത്രിയിലും മറക്കരുത്, അതാണ് ദൈവത്തിന് നമ്മളോടുള്ള കരുതൽ. പക്ഷെ ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ ചുവടുകൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നമ്മുടെ ചുവടുകൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, ഈ രാത്രിയിൽ മടങ്ങി വരുവാൻ ഇടയായി തീരട്ടെ. എവിടെങ്കിലും നമ്മുടെ ഹൃദയം കലങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിലുള്ള വിശ്വാസം നമ്മളിൽ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, കർത്താവ് പറയുന്നത് നമ്മൾ പലതിനെ കുറിച്ച് വിചാരപ്പെടുന്ന അനുഭവമാണോ? പലതിനെ കുറിച്ച് വിചാരപ്പെടുന്നുവെങ്കിൽ ഇന്ന് രാത്രി വിചാരപ്പെട്ടുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കരുത്. വിചാരപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കയില്ല. ഒരു ഉറപ്പോടെ പ്രാർത്ഥിക്കണം. എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. യോഹന്നാൻ അങ്ങനെയാണല്ലോ പറയുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്ന അപേക്ഷയൊക്കെ എന്റെ ദൈവം കേൾക്കുന്നു എന്നുള്ളതാണ് എന്റെ ധൈര്യം. അങ്ങനെയെങ്കിൽ ഞാൻ കഴിക്കുന്ന അപേക്ഷ കേൾക്കുന്നു. ഇന്ന് രാത്രി ഉറപ്പ് പ്രാപിച്ചു കൊള്ളണം. ശത്രു എത്ര നിന്റെ നന്മയുടെ മേൽ, നിന്റെ പ്രാർത്ഥനാ വിഷയത്തിന്റെ മേൽ മുടക്കുവാൻ നോക്കിയാൽ, അതിന്റെ മേൽ വെള്ളം പകർന്നാൽ, വെള്ളം തളിച്ച് അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ നോക്കിയാൽ, ദൈവത്തിന്റെ തീ ഇറങ്ങിയാൽ, നീ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ ദൈവത്തിന്റെ തീ അതിന്റെ മേൽ ഇറങ്ങുവാനിടയായി തീരും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ശത്രുവിന്റെ തന്ത്രങ്ങളോ അവര് വെള്ളം ഒഴിച്ചത് അത് പരാതി പറഞ്ഞിരിക്കുകയല്ല. അവരെന്റെ വഴി മുടക്കി, അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കരുത്. അങ്ങനെയൊക്കെ അവരെ കഴിയുന്ന എന്തെല്ലാം ചെയ്താലും അതിന്റെ മധ്യയെ പ്രവർത്തിപ്പാൻ മതിയായൊരു ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. എത്ര വെള്ളമുണ്ടെന്ന് കണ്ടിട്ട് അബദ്ധമായി പോയല്ലോ എന്ന് പറയുന്ന ദൈവമല്ല. എത്ര വെള്ളമുണ്ടെങ്കിലും വിറക് നനഞ്ഞതാണെങ്കിലും അത് മാനുഷികമല്ല, അമാനുഷികമായിരിക്കുന്ന, അസാധാരണമായിരിക്കുന്ന വീര്യപ്രവർത്തികളെ അവിടെ ചെയ്യുവാൻ ദൈവം മതിയായ ദൈവമാണ്. അങ്ങനെയെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ തടയുന്നവർ പലര് കാണും. നമ്മുടെ ആ പ്രാർത്ഥനയെ ഉഴപ്പുന്നവർ കണ്ടേക്കാം, പ്രാർത്ഥനയ്ക്ക് തടസ്സം നിൽക്കുന്നവർ കണ്ടേക്കാം, പ്രാർത്ഥനയെ മുടക്കുന്നവർ കണ്ടേക്കാം. നിന്റെ ആരാധനയെ മുടക്കുന്നവാനുള്ള തന്ത്രങ്ങളൊക്കെ മറുഭാഗത്ത് രഹസ്യമായി ചെയ്യുന്നവർ കണ്ടേക്കാം. പക്ഷേ അവർ ചെയ്യാവുന്നതൊക്കെ അവർ ചെയ്തോട്ടെ. പക്ഷെ അതിന്റെ മുകളിൽ ചെയ്യുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് നാം സേവിക്കുന്ന ദൈവമെന്ന് ദൈവം നമുക്ക് ബോധ്യപ്പെടുത്തും. എപ്പോഴും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മോശയോടും മിസ്രൈമ്യ മന്ത്രവാദിക്ക് ദൈവം ചാൻസ് കൊടുക്കും. നിങ്ങൾക്ക് ചെയ്യാവുന്ന ചെയ്യാൻ. അവര് നിലത്തെ പൊടിയിട്ടാൽ ചിലപ്പോൾ പേനാകും, അവര് വടികൊണ്ട് വെള്ളത്തിലടിച്ചാൽ അത് രക്തമാകും. അങ്ങനെ അവർക്കൊരു 3-4 സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ അവർക്കും ചെയ്യാം. ദൈവം പറഞ്ഞത് നിങ്ങൾക്ക് ചെയ്യുവാനുള്ളത് ചെയ്യാൻ അവർക്ക് ചാൻസ് ഇട്ട് കൊടുക്കുകയാണ്. അവരത് ചെയ്തു. പക്ഷേ അതിന്റെ അപ്പുറത്തേക്ക് ഒരു പദ്ധതി ഇട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് മോശയുടെ പ്രവർത്തിയുടെ മേൽ, അതിന്റെ മേൽ കയറുവാൻ കഴിഞ്ഞില്ല. അവർക്ക് 1, 2, 3 പദ്ധതികൾ കൊണ്ട് അവര് വടിയിട്ടപ്പോഴും മോശ ഇട്ടപ്പോഴും പാമ്പായി. പക്ഷെ ആ പാമ്പിനെ മോശയുടെ വഴി വിഴുങ്ങി. അപ്പോൾ എപ്പോഴും മെജോറിറ്റി ദൈവത്തിന്റെ പദ്ധതിയിലാണ്. ഇന്ന് രാത്രി മറക്കരുത്. അതിന് ശേഷം അവര് പറയാണ്, ഇത് യഹോവയുടെ, ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കൈയല്ലാതെ മറ്റൊന്നുമല്ലെന്ന് അവര് വിളിച്ചു പറയുവാൻ ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ വിചാരകന്മാർക്കും മന്ത്രവാദികൾക്കും ഒക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചെറിയ സാവകാശം ദൈവം കൊടുക്കും. നമ്മൾ വിചാരിക്കും ദൈവം ഇത് കാണാതിരിക്കുകയല്ല. അവര് ചിലതൊക്കെ ചെയ്യുമ്പോൾ ദൈവത്തിന് ഇതിനോട് എതിർക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, അവന് ചെയ്യാവുന്നതൊക്കെ ചെയ്തോട്ടെ, നമ്മൾ ഉറച്ചു നിന്നോണം. എലീശ പറഞ്ഞതുപോലെ പറയണം, നിനക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തു. പക്ഷേ അതിന്റെ മധ്യേ ഞാൻ എന്റെ ദൈവം എത്ര നീ വെള്ളം ഒഴിച്ചാലും അതിനെ തീയെ ഇറങ്ങാതിരിക്കാൻ നീ എന്തെല്ലാം തന്ത്രങ്ങൾ ഒരുക്കിയാലും എന്റെ ദൈവം അവിടെ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അത്രയും ചെയ്തപ്പോൾ കണ്ടോ, അവിടെ തീ ഇറങ്ങി യാഗവസ്തുവിനെയും വിറകിനെയും ആ ഭൂമിയെ പോലും വെന്ത നിലയിലേക്ക് വെള്ളത്തെ മുഴുവൻ വറ്റിച്ചു കളഞ്ഞെങ്കിൽ, ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിൽ ആരെങ്കിലും നിരാശപ്പെട്ട് ക്ഷീണിച്ച് ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങിയിട്ട് പ്രാർത്ഥിച്ച പല കാര്യങ്ങൾക്ക് ഒരു നീക്കുപോക്കായില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നിരാശപ്പെടരുത്. അതുകൊണ്ടാണ് പല വ്യക്തികളെ ചൂണ്ടിക്കാണിച്ച് ഇന്ന് രാത്രി ദൈവം നമ്മളോട് വ്യക്തമായി സംസാരിക്കുന്നത്.
ഇന്ന് രാത്രി നമ്മുടെ മാനസികമായിരിക്കുന്ന ബലം മടങ്ങി വരട്ടെ, മാനസികമായിരിക്കുന്ന ശക്തികൾ മടങ്ങി വരട്ടെ, അകത്തുള്ള ഉറപ്പ്, ഒരു ധൈര്യത്തിന്റെ ഉറപ്പ് ഇന്ന് രാത്രി നമ്മുടെ മേൽ പകരപ്പെടട്ടെ. കാരണം എന്താണ്? ഏത് മേഖലകളിലും പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അത് സമുദ്രത്തിന്റെ അടിയിൽ പ്രവർത്തിക്കും, മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കുന്ന വിഷയത്തിന്റെ മേൽ ദൈവം പ്രവർത്തിക്കും, കാരാഗ്രഹത്തിൽ കിടക്കുന്ന വിഷയത്തിന്റെ മേൽ ദൈവം പ്രവർത്തിക്കും. അതുപോലെ തന്നെ രണ്ടുപേരെ വളരെ പൗലോസിനെയും ശീലാസിനെയും ഒതുക്കിയിട്ട മേഖലകളിൽ അവിടെ വെളിപ്പെട്ടതെന്ന് പറഞ്ഞാൽ മറ്റൊരു പത്രോസിന് വേണ്ടി സഭ സത്തയോടെ പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ ഇവിടെയാണെങ്കിൽ അവര് തന്നെ ആ കാരാഗ്രഹത്തിൽ ആരാധിക്കുകയാണ്. കണ്ടോ, പൗലോസും ശീലാസും അർദ്ധരാത്രി ആയപ്പോൾ അവര് പ്രാർത്ഥിച്ച് ആരാധിക്കാൻ തുടങ്ങി. സ്ഥലം നോക്കിയില്ല, സാഹചര്യം നോക്കിയില്ല, സന്ദർഭങ്ങൾ നോക്കിയില്ല. പക്ഷെ അവരെല്ലാം വളരെ ശ്രദ്ധയോടെ അവരെ നോക്കിക്കൊണ്ടിരുന്നു. വേദന കൊണ്ട് അവർക്ക് ചലിക്കാൻ വയ്യാതിരുന്ന അവരുടെ ശരീരത്തിന്റെ വേദനകളെല്ലാം ഈ ആരാധനയിൽ മാറിപ്പോവാനിടയായി. കാരണം ഈ ആരാധന വെളിപ്പെട്ടപ്പോൾ കർത്താവിന്റെ വചനം പറയുന്നവരെ അവന്റെ അടിപ്പിണരുകളാൽ അവർക്ക് സൗഖ്യം വരുവാനിടയായി തീർന്നുവെങ്കിൽ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി നിരാശപ്പെട്ടു പോകരുത്. പ്രവർത്തിപ്പാൻ ദൈവം മതിയായ ദൈവമാണ്. ശത്രുവിന് ചില ചാൻസുകൾ കൊടുക്കും. നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതൊക്കെ നീ ചെയ്യട്ടെ എന്നുള്ള നിലയിൽ ദൈവം അല്പം വിട്ടുകൊടുക്കും. പക്ഷേ അവസാനം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ പ്രവർത്തികൾ മാത്രമേ ജയിക്കുകയുള്ളൂ. അവിടെ കണ്ടോ, തന്റെ ജനമായിരിക്കുന്ന ഇസ്രയേലിനെ അവൻ പുറത്തു കൊണ്ടുവന്ന് ചെങ്കടൽ കടന്ന് അക്കര കടത്തുവാനിടയായി. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി നമുക്ക് ഉറയ്ക്കുവാൻ കഴിയണം. നമുക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയുമോ? എന്റെ ദൈവമാണ്, എന്റെ ദൈവമേ, എന്റെ ദൈവമെന്ന്. എന്റെ ദൈവമാണ്, എന്റെ ദൈവമേ എന്ന് അത്ര ഉറപ്പോട് വിളിക്കാമെങ്കിൽ നാം എന്റെ ദൈവമേ എന്ന് വിളിക്കണം. മറ്റുള്ളവർ വിളിക്കുന്നവർ അബ്രഹാമിന്റെ ദൈവമേ, ഇസഹാക്കിന്റെ ദൈവമേ, യാക്കോബിന്റെ ദൈവമേ എന്ന് വിളിച്ചു പോകുന്നതിനേക്കാൾ അപ്പുറം സുപുത്രന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ടെങ്കിൽ, അബ്ബാ പിതാവേ എന്ന് വിളിപ്പാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവ് നമ്മുടെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ, നാം പുത്രന്മാരാണെങ്കിൽ നാം അവകാശികളായി തീർന്നിട്ടുള്ള സത്യം തിരിച്ചറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച കാര്യങ്ങൾ നടന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയണം. അതാണ് മർക്കോസ് ഒക്കെ പറയുന്നത്. അങ്ങനെയാണ്, നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് അത് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. ഇല്ലാത്തതാണെങ്കിൽ ഉണ്ടായി വരും. ഇത് വിശ്വാസം എന്താണ്? അബ്രഹാമിന്റെ വിശ്വാസം നമുക്കറിയാം. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ഇന്ന് നിലവിലില്ല. അങ്ങനെ ഒരു പൊസിഷൻ അവിടെ ഇല്ല, അങ്ങനെ ഒരു കാര്യം അവിടെ ഇല്ല, അങ്ങനെ ഒരു സ്ഥലമില്ല, അങ്ങനെ ഒരു വീട് അവിടെ ഇല്ല. അങ്ങനെ ഒരു സ്ഥലമില്ലെങ്കിലും എന്റെ ദൈവത്തിന് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയും. അബ്രഹാമിന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അതാണ്. കാണിച്ചു കൊടുത്തില്ല. അബ്രഹാം വിശ്വസിച്ച അങ്ങനെ ഒരു ദേശം ഇന്ന് ഭൂമിയിൽ അത് ഉണ്ടാക്കി തരുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് ഞാൻ പിന്തുടർന്നിരിക്കും. ഇന്ന് രാത്രി നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. എന്നോട് വാക്കു പറഞ്ഞ ദൈവം വാക്കു മാറാത്ത ദൈവമാണ്. അത് ഇല്ലാത്തതാണെങ്കിൽ ഉള്ളതുപോലെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഇല്ലാത്ത പോസ്റ്റിനെ ദൈവം കൽപ്പിച്ചാക്കുമെന്ന് ഇന്ന് രാത്രി വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം പറഞ്ഞു ചില അത്ഭുതങ്ങൾ നടക്കുവാൻ പോവുകയാണ്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുന്ന രണ്ടാമത്തെ എന്റെ വിശ്വാസം മരിച്ചവരെ ഉയർപ്പിക്കുന്നവൻ എന്നുള്ളതാണ്. കേട്ടോ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ. അതുകൊണ്ടാണ് അബ്രഹാമിന്റെ റോമാലേഖനം 4-ാം അധ്യായത്തിലെ പ്രാർത്ഥനയിൽ പറയുന്നത്, നിർജീവത്വങ്ങൾ തന്റെ നിർജീവത്വം ബോധ്യപ്പെട്ടു. അതുപോലെ സാറയുടെ നിർജീവത്വങ്ങൾ ബോധ്യപ്പെട്ടിട്ടും തനിക്ക് നിരാശ വന്നില്ല. തന്റെ അകത്തേക്ക് അവിശ്വാസത്താൽ തനിക്കൊരു സംശയം ഉണ്ടായില്ല. നമ്മളാ ദൈവത്തിന്റെ യുദ്ധത്തിനനുസരിച്ചാണ് പോയത്. പിന്നെന്താണ് പിന്നെയും പല പ്രാവശ്യമായിട്ട് വിസ പുതുക്കിയിട്ടും കാര്യങ്ങൾ നടക്കാത്തത് എന്നൊക്കെ നമ്മൾ സംശയിക്കുന്നെങ്കിൽ ആ സംശയിക്കുന്ന ആത്മാവിനെ ഇന്ന് രാത്രി ശാസിച്ചു കൊള്ളണം. ഇല്ല, പിശാചെ വേറെ പണി നോക്കും. ദൈവം പറഞ്ഞു വിട്ടതാണ്, ദൈവനിയോഗത്തിൽ പോയതാണ്, ജയിച്ചു മടങ്ങി വരുമെന്ന് തന്നെ നാം എന്ത് ചെയ്യണം? ഇന്ന് രാത്രി ഉറയ്ക്കുവാനിടയായി തീരണം. അല്ലാതെ നമ്മുടെ അകത്ത് അബ്രഹാം പ്രാർത്ഥിച്ചതുപോലെ ആശയ്ക്ക് വിരോധമായിട്ട് എന്ത് ചെയ്തു കൊള്ളണം? ആശയോടെ പ്രാർത്ഥിപ്പാനിടയായി തീരണം. കാരണം എന്താ? അബ്രഹാമിന്റെ വിശ്വാസം ഇല്ലാത്തതിനെ എന്ത് ചെയ്യും? ഉള്ളതുപോലെ
വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ ആ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്, ആ ദൈവത്തെയാണ് നാം പിന്തുടരുന്നത്, ആ ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഇന്നില്ലാത്ത വിഷയമായിരുന്നാലും അതിനെ ഉണ്ടാക്കി തരുവാൻ മതിയായ ഒരു ദൈവമാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ചഞ്ചലിപ്പുകളും നിരാശകളും എല്ലാം കലങ്ങുന്ന ഹൃദയങ്ങൾ എല്ലാം ഇന്ന് രാത്രി മാറിപ്പോകണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്, കലങ്ങിപ്പോകരുത്. നിങ്ങൾ എന്നിലും വിശ്വസിപ്പീൻ, എന്റെ പിതാവിലും വിശ്വസിപ്പീൻ. ഞാന് അവിടെ വാസസ്ഥലമില്ലായിരുന്നു എങ്കിൽ ഞാൻ നിങ്ങളോട് സൂക്ഷ്മമായിട്ടും പറഞ്ഞേനെ. അതിനകത്ത് ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞേനെ, ഉണ്ടെന്ന് പറഞ്ഞ ഉള്ളതാണ്. അതുകൊണ്ട് ഇന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്, കലങ്ങിപ്പോകരുത്. എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ കലങ്ങിയിരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി അതെല്ലാം മാറി ദൈവവചനത്തിൽ ബലപ്പെടട്ടെ, കർത്താവിൽ ശക്തിപ്പെടട്ടെ. അതുകൊണ്ടാണ് ഒടുവിൽ കർത്താവിനും അവന്റെ അമിത ബലത്തിനും എന്ത് ചെയ്യണം, ശക്തിപ്പെടണം. അല്ലെങ്കിൽ എന്തുണ്ടാകും? എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നത്, ദുർദിവസങ്ങൾ വരുമ്പോൾ നമ്മൾ പിശാചിനോട് എതിർത്ത് നിൽക്കണം. അപ്പോഴാണ് നമുക്ക് സർവായുധവർഗങ്ങൾ വേണ്ടത്. ആ സർവായുധങ്ങൾ ധരിച്ചുകൊണ്ട് നമ്മൾ പിശാചിനോട് നിങ്ങൾ എതിർത്ത് നിൽക്കണം. പലപ്പോഴും നമുക്ക് പരിചയം കൊണ്ട് പലപ്പോഴും വരുന്ന വിഷയത്തെ തടയുന്നുണ്ട്. പക്ഷേ ആ തടഞ്ഞു നിൽക്കും. അല്പം കഴിയുമ്പോൾ അത് വേറൊരു വഴിയെ നമുക്കെതിരെ കയറി വരും. എന്നാൽ വചനം പറയുന്ന അങ്ങനെയല്ല. നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വാസം എന്ന പരിചയം കൊണ്ട് അതിനെ തടയുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? വചനമെന്ന ഇരുവായ്ത്രയുള്ള വാളുണ്ട്. ആ വാളുകൊണ്ട് ചിലതിനെ വെട്ടേണ്ടതിനെ ഇന്ന് രാത്രി എന്ത് ചെയ്തു കൊള്ളണം? വെട്ടിക്കൊള്ളണം. തടയുമ്പോൾ തന്നെ ആ ഷീൽഡ് കൊണ്ട് തടയുമ്പോൾ, പരിചയം കൊണ്ട് തടയുമ്പോൾ മറുഭാഗത്ത്, അതുകൊണ്ടാണ് കളരിപ്പയറ്റിയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയാണ്. പരിചയമുണ്ട്, വാളുകൊണ്ട്. അവൻ വാളുകൊണ്ട് വെട്ടുന്നവനെ തടഞ്ഞുകൊണ്ടിരിക്കുകയല്ല, മറുഭാഗത്ത് അവന്റെ കയ്യിരിക്കുന്ന വാളുകൊണ്ട് അവനെ അറ്റാക്ക് ചെയ്യുവാൻ ഇടയായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നാം തടഞ്ഞുകൊണ്ടിരിക്കുന്നവരാകുകയല്ല. വിഷയങ്ങൾ വരുന്നതിനെ തടഞ്ഞുകൊണ്ടിരിക്കരുത്, ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കരുത്. അതിനെ തിരിച്ച് എന്ത് ചെയ്തു കൊള്ളണം? വെട്ടേണ്ട മേഖലകൾ വെട്ടിക്കൊള്ളണം. പലതിനെ നീ തടഞ്ഞു നിർത്തുന്നുണ്ട്, പക്ഷെ അല്പകാലം കഴിയുമ്പോൾ അത് തടഞ്ഞു നിർത്തിയിരിക്കുന്നുള്ളേ ഉള്ളൂ. അല്പകാര്യം കഴിയുമ്പോൾ അവൻ ബലത്തോടെ മറ്റൊരു തലത്തിൽ അത് വെളിപ്പെടുവാൻ ഇടയാകും. എന്നാൽ ആ തടഞ്ഞു നിർത്തിയിരിക്കുക മാത്രമല്ല, അതിനെ മറുഭാഗത്ത് വചനമെന്ന ഇരുവായ്പിലുള്ള വാളുകൊണ്ട് അതിനെ വെട്ടുവാനിടയായിത്തീർന്നു. വെട്ടുമ്പോൾ അത് വിട്ടുപോകുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി മറക്കരുത് പ്രിയമുള്ളവരെ, നമ്മൾ ഷീൽഡ് കൊണ്ട് അല്ലെങ്കിൽ പരിച കൊണ്ട് അതിനെ തടയുന്നവരാ. വിഷയങ്ങളെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ തടയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, വചനമെന്ന വാള് കൊണ്ട്, ഇരുവായ്ത്തിലുള്ള വാള് കയ്യിലുണ്ട്. അതുകൊണ്ട് അവനെ അറ്റാക്ക് ചെയ്യുവാൻ നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ കാര്യത്തിൽ നിന്ന് ജയം പ്രാപിപ്പാൻ കഴിയത്തുള്ളൂ. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ദൈവം നമ്മെ ഒന്ന് ബലപ്പെടുത്തട്ടെ, കർത്താവ് നമ്മെ ഒന്ന് ശക്തിപ്പെടുത്തട്ടെ. നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളെ കുറിച്ച് വേദപുസ്തകത്തിലെ വ്യക്തികളെ ഊന്നിക്കൊണ്ട് പല രീതിയിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇന്ന് രാത്രി വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഉറപ്പാകണം. അതുകൊണ്ട് നമ്മുടെ ആ ഒരു വിശ്വാസമില്ലാത്ത പ്രാർത്ഥനകളൊക്കെ മാറണം. നമുക്ക് പ്രാർത്ഥന ഉണ്ടെങ്കിലും പ്രാർത്ഥന കഴിയുമ്പോൾ നമുക്ക് ആദ്യമാണ് കാര്യങ്ങൾ നടക്കുമോ ഇല്ലയോ എന്നുള്ള രീതിയിലൊക്കെയുള്ള ചഞ്ചലിപ്പാണ് നമുക്കുള്ളത്. ആ ചഞ്ചലിപ്പിക്കപ്പെട്ട ഹൃദയത്തോട് മാറ്റം വരുത്തിയിട്ട് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത് പോലെ പൗലോസ് അപ്പോസ്തലൻ പറയും, നിങ്ങൾ ഒന്നിനെ കുറിച്ച് എന്ത് ചെയ്യരുത്? വിചാരപ്പെടരുത്. എല്ലാത്തിനും സ്തോത്രത്താലും പ്രാർത്ഥനയാലും ദൈവത്തോടെ അപേക്ഷിക്കുക അത്രേ വേണ്ടതെന്ന വചനപ്രകാരം നമ്മൾ വിചാരപ്പെടാതെ കർത്താവിലുള്ള ആഴമായ വിശ്വാസം, എന്റെ ദൈവം എന്റെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തുവേശുവിൽ തന്റെ മഹത്വത്തിനൊത്തവണ്ണം, തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ തീർത്തു തരുമെന്നുള്ള ഉറപ്പോട് ഇന്ന് രാത്രി ആ വചനങ്ങൾ പറഞ്ഞു പ്രാർത്ഥിച്ച് ജയമേറ്റെടുപ്പാൻ ഇടയായി തീരട്ടെ. അങ്ങനെയെങ്കിൽ ആ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. ആ കർത്താവ് നമുക്ക് വേണ്ടി വഴികളെ തുറക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ ഒത്തിരി പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ആ പ്രാർത്ഥനയിൽ വെളിപ്പെടേണ്ട ദൈവശക്തി വെളിപ്പെടാതെ നിൽക്കുന്നതിന്റെ കാരണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ അകത്തൊരു ചഞ്ചലിപ്പാണ്. അത് നടക്കുമോ കിട്ടുമോ എന്ന്. പക്ഷെ ഇന്ന് അബ്രഹാമിനെ പോലെ നീ വിശ്വസിക്കണം. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ എന്റെ ദൈവത്തിന് വിളിച്ചു വരുത്തുവാൻ കഴിയും. എന്റെ ദൈവത്തിന് വിളിച്ചു വരുത്തുവാൻ കഴിയും. മരിച്ചവരെ ജീവിപ്പിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. അതുകൊണ്ടാണ് അബ്രഹാമിനുള്ള വാഗ്ദത്തത്തെ യാഗം കഴിക്കുവാൻ മകനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ യാഗം കഴിപ്പാനായി കൊണ്ടുപോയതിന്റെ കാരണം അബ്രഹാമിന് അറിയാം. അബ്രഹാമിന്റെ വിശ്വാസം എന്ന് പറയുന്നത്
ഈ മകനെ യാഗം കഴിച്ചതിന് ശേഷം എന്റെ കയ്യിലേക്ക് അത് ഒരുപിടി ചാരമായി എന്റെ കയ്യിൽ തന്നാലും ആ ചാരത്തിൽ നിന്ന് എന്നോടുള്ള വാഗ്ദത്തം നിവർത്തിപ്പാൻ എന്റെ ദൈവം ശക്തനാണെന്ന് അബ്രഹാമിന് നല്ല ഉറപ്പാണ്. ഇന്ന് രാത്രിയിലും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വർഷങ്ങളായി തകർന്നു കിടക്കുന്നതാണെങ്കിലും തകർന്നു കിടക്കുന്ന ആ ചണ്ടിക്കകത്തു നിന്ന് നമ്മളോടുള്ള വാഗ്ദത്തം നിറവേറ്റുവാൻ നമ്മുടെ ദൈവം മതിയായ ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവമോ പൈതലെ ഇന്ന് രാത്രി ഉറച്ചു കൊള്ളണം. നമ്മൾ നിശ്ചയിച്ചതുപോലെയല്ല, ചിന്തിച്ചതുപോലെയല്ല, കാലം ഒത്തിരി കഴിഞ്ഞു എന്ന് ചിന്തിച്ച് ഇയ്യോബിന്റെ ശരീരം എത്രത്തോളം ജീർണിച്ചാലും ഇയ്യോബിന്റെ അകത്തൊരു വിശ്വാസമുണ്ട്. എന്താണെന്നറിയാമോ? ഞാന് ദേഹ സഹിതനായി ഒരിക്കൽ ആമീൻ ദൈവത്തെ കാണുവാൻ ഇടയായി തീരും. അത് വേറൊരാൾ പറഞ്ഞറിയുകയല്ല, അന്യ കണ്ണുകൊണ്ടല്ല, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് എന്റെ ശരീരത്തിൽ വരുത്തുന്ന മാറ്റം ഞാൻ കാണുമെന്നാണ് ഇയ്യോബ് പറയുന്നത്. അതൊരു പ്രഖ്യാപനമാണ്. ഇന്ന് രാത്രിയിൽ ഉറയ്ക്കണം, എന്റെ തലമുറകൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി ദൈവം ഒരുക്കാൻ പോകുന്നത് ഞാൻ കാണും എന്നുള്ള ഒരു നല്ല നിശ്ചയ ഉറപ്പും ഇന്ന് രാത്രി നമുക്ക് വേണം. ഈ രാത്രി പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ ഈ ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. ഈ ഉറപ്പോടെ നാം മുന്നേറിയാൽ ദൈവത്തിന്റെ അത്ഭുതമേറിയ കരം നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ മേൽ ദൈവം അത്ഭുതം പ്രവർത്തിപ്പാൻ ഇടയായി തീരും. അത് മറക്കരുത്. ചിലതിനൊക്കെ ശത്രുവിന് അല്പം പ്രവർത്തിപ്പാൻ ദൈവം സമയം കൊടുക്കും. നിന്റെ ബലം ഒന്ന് കാണിക്കട്ടെ എന്ന് കണ്ട് അതുപോലെ ദൈവം കൊടുക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ അതിന്റെ മേലൊക്കെ അതിന്റെ ഒരു പരിധിയുണ്ട്. ആ പരിധി കഴിയുമ്പോൾ ദൈവം ഒന്ന് പ്രവർത്തിപ്പാൻ തുടങ്ങും. ആർക്കും തടുക്കുവാൻ കഴിയാത്ത ദൈവം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ പ്രവൃത്തിയെ കുറിച്ച് പറയുന്നത്, ആർക്കും അവന്റെ പ്രവൃത്തിയെ തടുക്കുവാൻ കഴിയത്തില്ല, ആർക്കും തടയുവാൻ കഴിയത്തില്ല. ആരെല്ലാം നിശ്ചയിച്ചാലും ആ പ്രവർത്തികളെ തടയാതെ നമുക്ക് വേണ്ടി ഉള്ളതിനെ നമ്മുടെ കരങ്ങളിലേക്ക് തരുവാൻ മതിയായ ദൈവമാണ്. ഒരു ശക്തിക്കും അതിനെ തടയാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി മറക്കരുത്, ആ കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. ആ ദൈവത്തെയാണ് എന്റെ ദൈവമേ എന്ന് ഞാൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ അധികാലത്ത് ഞാൻ എന്ത് ചെയ്യും? അത് ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. അധികാലത്ത് വിളിച്ചപേക്ഷിക്കും. അധികാലത്ത് വിളിച്ചപേക്ഷിക്കുന്ന ഒരു ചരിത്രം വേദവസത്തിലുണ്ട്. ആമീൻ. യേശുവിനെ ക്രൂശിച്ച് കല്ലറയിൽ വെച്ച് കഴിഞ്ഞപ്പോൾ തലേ ദിവസം എല്ലാം, അതിന്റെ 2 ദിവസം മുമ്പ് തലേ ദിവസം എല്ലാം കണ്ടതാണ്, പടയാളികളുടെ കാവൽ കണ്ടതാണ്. ഉരുട്ടി വെച്ച വലിയ കല്ല് ആരെല്ലാം എത്ര ബലത്തോടാണ് ഉരുട്ടി വെച്ചിരിക്കുന്നത്. ഒരാൾക്കോ രണ്ടാക്കോ ഒന്നും കൂടിയാൽ അത് മാറ്റാവുന്നതല്ല. അതെല്ലാം കണ്ട് വ്യക്തമായി കണ്ടതാണ് ഈ സ്ത്രീകൾ. ഈ മഗ്ദലക്കാരത്തി മറിയയും ഇവർ ചെയ്തു വെക്കുന്നതെല്ലാം വ്യക്തമായി അവിടെ നിന്ന് ദൂരത്തുനിന്ന് കണ്ടതാണ്. അവിടുത്തെ റോമൻ ഗവൺമെന്റ് ഇമ്പീരിയ മുദ്ര പതിക്കുന്ന കണ്ടതാണ്. അതിന്റെ മുമ്പിൽ എന്നിട്ടും പോരാഞ്ഞിട്ട് കാവൽക്കാരെ നിർത്തിയതും അവരുടെ കയ്യിൽ കുന്തങ്ങളും ആയുധങ്ങളുമായി നിൽക്കുന്നതെല്ലാം കണ്ടതാണ്. അതുകൊണ്ടാണ് അധികാലത്തെ ഈ മറിയ പോവുകയാണ്. അവിടെ കയ്യിൽ ഇടിച്ചെടുത്ത സുഗന്ധവർഗമുണ്ട്. ഓർക്കണം, തുറക്കുമെന്ന് നല്ലൊരു ഉറപ്പുണ്ടായിട്ടൊരു പ്രത്യാശ ഉള്ളത് കൊണ്ടാണ് കയ്യിൽ സുഗന്ധവർഗം എടുത്ത്. ഇല്ല, എടുക്കുന്നത് നിശ്ചയം ഉള്ളത് കൊണ്ടാണ് എന്ത് എടുത്തത്, ഈ സുഗന്ധവർഗം എടുത്തത്. അപ്പോൾ അവിടെ ഉള്ളിൽ ആ നമ്മുടെ തീരുമാനത്തോട് പോലെ ഇരിക്കും ദൈവപ്രവൃത്തി. നമ്മുടെ ചുവടുവെൽപ്പുകൾ എങ്ങനെ? വിശ്വാസത്തോടാണെങ്കിൽ മുൻപിലുള്ള ഈ യോർദാൻ വഴിമാറും. നമ്മൾ അതിൽ നിരാശപ്പെടുവോ? ഈ സഹോദരി അവിടെ തുറക്കത്തില്ലെന്നുള്ള കാര്യം അവിടെ കണ്ണിന് മുമ്പിൽ കണ്ടതാണ്. ആരെ കൊണ്ട്, എന്നെ കൊണ്ടോ അല്ലെങ്കിൽ 4 പേര് കൂടിയാലോ ഈ കല്ല് മാറ്റാനൊക്കത്തില്ല. അവിടെ ഒരു അമാനുഷികമായിരിക്കുന്ന ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ മാത്രമേ ഈ പടയാളികളെല്ലാം അവിടുന്ന് മാറത്തുള്ളൂ, ഈ കല്ലും മാറത്തുള്ളൂ എന്നൊക്കെ അവർക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് അവിടെ ചോദിക്കുന്നത്, ആര് ഈ കല്ല് ഉരുട്ടി മാറ്റും? ആരെ കൊണ്ടും മനുഷ്യരെ കൊണ്ടും ഒരു ഗവൺമെന്റും അവിടെ നിരോധിച്ചു വെച്ചിരിക്കുന്ന ഒരു വിഷയത്തിന്റെ മേൽ ഗവൺമെന്റ് പടയാളികൾ നിൽക്കുന്ന സ്ഥലത്ത് ഒന്നിൽ വേറൊരു രാജ്യം വന്ന് ആക്രമിച്ച് വേണം അതിനെ കീഴടക്കാൻ. അല്ലാതെ നടക്കത്തില്ലെന്നുള്ളത് അവർക്ക് നല്ല ഉറപ്പാണ്. അതുകൊണ്ടാണ് അവിടെ ഉള്ളിലെ ചോദ്യം, ആര് ഈ കല്ല് ഉരുട്ടി മാറ്റുമെന്ന് പറയുമ്പോൾ അല്പം നല്ല ഇരുട്ടുള്ളപ്പോൾ അധികാലത്തെ അവൾ പോകുവാനിടയായത്. അങ്ങനെയെങ്കിൽ ആ പോക്ക് അവർക്ക് നിരാശപ്പെടേണ്ടി വന്നില്ല. അപ്പോഴും പോയി നോക്കിയിട്ട് തുറന്നെങ്കിൽ വന്നിട്ട് ഈ സുഗന്ധവർഗം എടുത്തോണ്ട് പോകാമെന്നല്ല അവൾ ചിന്തിച്ചത്. അവൾ അത് ഇടിച്ചെടുത്ത സാധനം അവളുടെ കയ്യിലുണ്ടായിരുന്നു. അതുമായിട്ടാണ് വിശ്വാസത്തോട് പോയത്. ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനയുടെ പോക്കുകളൊക്കെ ഈ വിശ്വാസത്തോടെ ആണെങ്കിൽ സ്വർഗം അത്ഭുതം ചെയ്യും.
നിന്റെ ആമീൻ ഈ കൂട്ടത്തിൽ ഇന്ന് രാത്രി ചിലത് നടക്കുമെന്ന് വിശ്വസിച്ച് ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ മടങ്ങി പോകുന്നതിന് മുമ്പ് ഒരു ദൈവപ്രവർത്തി കണ്ടേ നിങ്ങൾ ഇന്ന് രാത്രി മടങ്ങിപ്പോവുകയുള്ളൂ. ഇന്ന് രാത്രി ആമീൻ ഈ രാത്രി തന്നെ ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യും. ഈ വിശ്വാസത്തോട് ഇന്ന് രാത്രി നിങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര പരിശ്രമിച്ചിട്ടും മാറാത്ത ചില വിഷയങ്ങളെ ആമീൻ യഹോവയുടെ ശ്വാസം തള്ളിപ്പായിക്കുന്ന വെള്ളം പോലെ എന്ന് യെശയ്യാവ് പറയുന്നത് പോലെ ഇന്ന് രാത്രി യഹോവയുടെ ശ്വാസം ചിലതിന്റെ മേൽ ഊതുമ്പോൾ തള്ളിപ്പായിക്കുന്ന വെള്ളത്തെ പായിച്ചു കളയുന്നത് പോലെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചില വിഷയത്തെ ദൈവാത്മാവ് ഇന്ന് രാത്രി ഒഴിച്ചു വിടുകയാണ്. ഇന്ന് രാത്രി വിശ്വാസത്തോടെ ഒരു പ്രത്യാശയും നല്ല ഉറപ്പോടെ എന്റെ ദൈവം ഇന്ന് മടങ്ങിപ്പോകുമ്പോഴും ഒരു ഉറപ്പ് വേണം, എന്റെ ദൈവം വലിയവ ചെയ്യും. കേട്ടോ, എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാർ നിരാശപ്പെട്ട് പരാതി പറഞ്ഞ് പരിഭവം പറഞ്ഞ് ഇനിയും രക്ഷപ്പെടത്തില്ല, ഏതായാലും തീർന്നു, നമ്മൾ ഇത്രയും നാൾ പോയത് വെറുതെ നമ്മുടെ സമയം വേസ്റ്റ് ആയി, പുള്ളിയുടെ പുറകെ പോകേണ്ട കാര്യമില്ല, പുള്ളി രക്ഷിക്കുമെന്നൊക്കെ ആയിരിക്കും, നമുക്ക് ഒരു ഗതിയും ഇല്ലാതായി പോയല്ലോ എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് പോകുമ്പോൾ കർത്താവ് അവരുടെ കൂടെ നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് ആ സന്ധ്യ ആയപ്പോൾ അവരെ വിട്ടുപോകാൻ തുടങ്ങുമ്പോൾ നമുക്ക് ആ ചരിത്രം അറിയാം. പക്ഷെ അവരാ ഭവനത്തിൽ കൊണ്ട് അവരെ അപ്പം എടുത്ത് നുറുക്കി കഴിഞ്ഞപ്പോൾ അവിടെ കണ്ണ് തുറക്കുവാനിടയായി. എവിടെ നിരാശയിലേക്ക് പിന്മാറ്റത്തിലേക്ക് പോയോ ആമീൻ അവിടെ നിന്ന് തിരിച്ചു മടക്കിക്കൊണ്ടുവന്ന് യെരൂശലേമിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ആമീൻ ആ കർത്താവിന്റെ പദ്ധതി ഉണ്ടല്ലോ. ഇന്ന് രാത്രി ഏതെങ്കിലും മേഖലകളിലൊക്കെ നിരാശയോടുകൂടെ ആമീൻ പ്രാർത്ഥനയിൽ നിന്ന് കൂട്ടായ്മയിൽ നിന്ന് ആരാധനയിൽ നിന്ന് ആരെങ്കിലും ഒക്കെ ആമീൻ പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് കേട്ട ഈ വചനപ്രകാരം നീ മടങ്ങി വന്ന് ദൈവത്തിന് വേണ്ടി എരിഞ്ഞു തീരുന്നൊരു വിളക്കായി തീരുവാൻ ഈ രാത്രി ചിലർക്കൊക്കെ കഴിയുമെങ്കിൽ ഏറ്റവും അനുഗ്രഹമാണ്. നിന്നിൽ കഴിഞ്ഞ കാലങ്ങളിലെ പോലെ ആമീനുള്ള ആ ദൈവകൃപ സടകുടഞ്ഞെഴുന്നേൽക്കട്ടെ. ഇന്ന് രാത്രി നിന്നിൽ ദൈവം പ്രവർത്തിച്ച നിന്റെ പ്രാർത്ഥനയിൽ ഇറങ്ങി വന്ന അത്ഭുതങ്ങൾ നടന്ന ശുശ്രൂഷകൾ പോലെ ആത്മീക ജീവിതത്തിൽ വെളിപ്പെട്ട ചില അനുഭവങ്ങൾ പോലെ ഇന്ന് രാത്രിയിൽ ഒരു മടങ്ങി വന്ന് ദൈവത്തോട് ചേർന്ന് നിന്ന് ഒരു വലിയ ദൈവപ്രവർത്തിക്ക് സാക്ഷ്യം വഹിക്കുന്ന നിലയിലേക്ക് ഇന്ന് രാത്രി മടങ്ങി വന്ന് ഒന്നുകൂടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന അനുഭവത്തിലേക്ക് മാറുവാൻ ഇന്ന് രാത്രി ഇടയാകട്ടെ. കണ്ടോ, നഷ്ടപ്പെട്ടു പോയ എമ്മോസിലേക്ക് നിരാശയോട് പോയവനെ ആമീൻ കർത്താവ് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവര് പറയുന്നുണ്ട്, ഞങ്ങളുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിരുന്നു. കണ്ടോ, ആ കുത്തുകൊണ്ടവർ ആമീൻ അപ്പോൾ തീ ഉള്ളിൽ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ കത്തിക്കൊണ്ടിരുന്നെങ്കിൽ ഇന്ന് രാത്രി ചിലരുടെ അകത്തൊക്കെ വചനം കത്തുന്നുണ്ട്. അത് നിനക്കൊരു എനർജിയായി മാറുന്നുണ്ട്. ആ വചനം നിന്റെ അകത്ത് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ മേൽ പകരപ്പെട്ട ചില വാഗ്ദത്തങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ആ കത്തൽ ഒരു വലിയ ധ്യാനത്തിലേക്ക് മാറി. നീ നാവെടുത്ത് ചില സംസാരിക്കാൻ പോവുകയാണ്. നാവെടുത്ത് സംസാരിക്കുമ്പോൾ ചില വഴികൾ യേശുവിൻ നാമത്തിൽ തുറന്നു വരും. ദൈവപ്രവർത്തിക്ക് സാക്ഷി വഹിച്ച് കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് അവർ സാക്ഷ്യം വഹിക്കുവാൻ ഇടയായി തീർന്നെങ്കിൽ ഇന്ന് രാത്രി നിരാശപ്പെട്ടു പോയവരെ മടക്കിക്കൊണ്ടുവരുന്ന ദൈവശക്തമാണ് ഇന്ന് രാത്രി നീ കേൾക്കുന്നത്. ഇന്ന് രാത്രി ചില മേഖലകളിൽ നിന്നൊക്കെ മടങ്ങി വരാൻ പോവുകയാണ്. ഏതെല്ലാം മേഖലകൾ നിരാശയും ക്ഷീണതയിലായിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി നീ ഒന്ന് മടങ്ങി വരാൻ പോവുകയാണ്. ഇന്ന് കേട്ട സന്ദേശം ആമീൻ നിങ്ങളെ ഒന്ന് ചൈതന്യം വരുത്തുന്നതാണ്, കർത്താവിനോട് കൂടെ ചേർത്ത് നിർത്തുന്നതാണ്. പല കാര്യങ്ങളെ എടുത്ത് ദൈവാത്മാവ് നിങ്ങളെ വിവേചിച്ചിട്ടാണ് പല വിഷയങ്ങൾ എടുത്ത് ദൈവാത്മാവ് സംസാരിച്ചത്. ഒരു വിഷയമെടുത്ത് സംസാരിക്കുക മാത്രമല്ല, പല മേഖലകളിൽ കൂടി കടന്നുപോയി ഇതിനകത്തിരിക്കുന്ന പലരെയും ടച്ച് ചെയ്യത്തക്ക രീതിയിൽ ദൈവാത്മാവ് നിങ്ങളെ വിവേചിച്ചിട്ടാണ് ദൈവാത്മാവ് സംസാരിച്ചത്. വചനത്തിന്റെ വെളിപ്പാടിനാണ് സംസാരിച്ചത്. അത് നിങ്ങളോടുള്ള തലയെ കൈവച്ചില്ലെങ്കിലും നിങ്ങളോടുള്ള ചില ദൂതുകളാണെന്ന് ഇന്ന് രാത്രി നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ധന്യരായി തീരുവാനിടയാകും. ഇന്ന് രാത്രി ഒരു വലിയ ദൈവപ്രവർത്തി നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായി വെളിപ്പെടുമെന്ന് ആത്മാവ് വ്യക്തമായി വിളിച്ചു പറഞ്ഞത്. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ ധൈര്യപ്പെടട്ടെ, നിങ്ങൾ ശക്തിപ്പെടട്ടെ. അതുകൊണ്ട് യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഈ രാത്രി കേൾപ്പിച്ച വചനം നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ. എന്നെയും നിങ്ങൾക്ക് ക്ഷണിപ്പാനും അല്പസമയങ്ങൾ നിങ്ങളോടുകൂടെ വചനം ശുശ്രൂഷിപ്പാനും ഷെയർ ചെയ്യുവാനും ദൈവം നല്ല ഭാഗ്യത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രാർത്ഥനയിൽ ഓർക്കുക, ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.